നമസ്കാരം, സ്പോട്ട്ലൈറ്റിലെ ശാലിനിയാണ്. നമ്മൾ സാധാരണ പറയും ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നൊക്കെ. പക്ഷെ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലും വിളിക്കുന്നവർക്കാണ് കഷ്ടപ്പാട്. അങ്ങനെ ഒരു കഷ്ടപ്പാടിലാണ് ഇപ്പോൾ സ്പോട്ട്ലൈറ്റിൽ ഞാൻ ഇരിക്കണം കേട്ടോ. കാരണം എന്റെ ഗസ്റ്റിന് എന്റെ അറിവിൽ 3 പേരുണ്ട്. ആദ്യത്തെ പേര് ഒഫീഷ്യൽ നെയിം ജോമ ജോൺ, കറക്റ്റ്. രണ്ടാമത്തെ പേര് നാട്ടുകാർക്കൊക്കെ അറിയുന്ന ജോമോൾ. പക്ഷെ ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്നത് ഗൗരി ആയിട്ടാണ്. ഗൗരി ചന്ദ്രശേഖര പിള്ളൈ, കറക്റ്റ്. ഇത്ര ഹോംവർക്ക് എല്ലാം ചെയ്താ 3 പേരല്ലേ ഉള്ളൂ. ഇനി വേറെ വല്ലതും ഉണ്ടോ? വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്, ചിന്നു. അല്ല ക്ലൂത. പൂച്ചയ്ക്ക് കിടന്ന പേരാണോ? പൂച്ചയ്ക്കോ? സാധാരണ കുട്ടികളെ വിളിക്കണ പേരാ. കുട്ടികളെ ആവയോ? അതെ അതെ, കുട്ടികളെ വിളിക്കണ പേര്. ശരി, അങ്ങനെ 4 പേരിന്റെ ഉടമയാണ് ഇന്ന് സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ്. പക്ഷെ ഞാൻ ജോമോളിനെ വിളിക്കുന്നുണ്ട്. ജോമോൾ, വെൽക്കം ടു സ്പോട്ട്ലൈറ്റ്. താങ്ക് യു സോ മച്ച് ശാലിനി. ഇപ്പോ എത്ര വർഷത്തിന് ശേഷം ആ സിനിമയിലേക്ക് വരുന്നത്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2002 അവസാനമായിട്ട് സിനിമ ചെയ്ത്, എന്നിട്ട് ഇപ്പൊ 2017 അല്ലേ? 15 വർഷത്തെ ഗ്യാപ്പ്. 15 വർഷത്തെ ഗ്യാപ്പില് VK പ്രകാശിന്റെ കെയർഫുൾ സിനിമയിലെ സുജ. യെസ്, മിസസ് സുജ രമേശൻ. എല്ലാരും ആദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, എവിടെയായിരുന്നു ഇത്ര നാളും? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സത്യമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചിട്ട് ബോംബെക്ക് പോയി. 2003 കല്യാണം കഴിഞ്ഞു. നേരെ ബോംബെക്ക് പോയി. അത് കഴിഞ്ഞ് അവിടുന്ന് കുറച്ചു കാലം, ഒരു 8 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പം എന്റെ രണ്ടാമത്തെ മോൾ ഉണ്ടായി കഴിഞ്ഞ് അവർക്ക് ഒരു 6 months 7 months ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വന്നു. കാരണം ഹസ്ബൻഡിന് നാട്ടിലൊരു വീട് വേണം എന്നുള്ള ഒരു ഫീൽ വന്നു. അപ്പൊ അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് വന്നു. പിന്നെ ഹസ്ബൻഡ് ട്രാവൽ എല്ലാം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തിനേക്കാളും കൂടുതൽ കൊച്ചിനിലായിരുന്നു ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ഡയറക്ട് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ആള് ഷിപ്പിലല്ലേ? മെർച്ചന്റ് നേവിയിലായിരുന്നു. കല്യാണം കഴിച്ചൊരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും മെർച്ചന്റ് നേവി മാറി. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1 year കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് മാറി ഓഫ് ഷോർ ഇൻഡസ്ട്രിയിൽ. ഇപ്പൊ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലാണ്. നൈജീരിയയിലാണ് ഇപ്പൊ പ്രോജക്ട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞു. ഇപ്പൊ ജോമോള് കൊച്ചിയിൽ സെറ്റിലായി. ഇപ്പൊ കൊച്ചിയിൽ സെറ്റിലായി. കൊച്ചിക്കാരി. കുട്ടികളെ ഇവിടെ ചേർത്തു. മൂത്താള് 8th പഠിക്കുന്നു, ഇളയാള് 4th. ഇത്ര വലിയ കുട്ടികളുണ്ടല്ലേ? എന്നെക്കാളും പൊക്കം വെച്ചോ അറിയോ? എന്നെക്കാളും പൊക്കം. ഞാൻ എപ്പോഴും പറയും, ഇപ്പൊ മക്കളെ വഴക്ക് പറയുമ്പോണ്ടല്ലോ, നമ്മള് വഴക്ക് പറയുമ്പോ നമ്മളെക്കാളും ചെറിയ, നമ്മളിങ്ങനെ താഴേക്ക് നോക്കിട്ടല്ലേ കൈയൊക്കെ ഞാൻ ശരിയാക്കി. ഇപ്പൊ അങ്ങനെയല്ല, ഇങ്ങനെ മേളിലേക്ക് നോക്കിയിട്ടൊക്കെ പറയുമ്പോണ്ടല്ലോ ഒരു ഇമ്പാക്ട് ഇല്ല. അതുകൊണ്ട് ഞാനൊരു വേറെ സ്റ്റൂള് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ മോള് കയറി നിന്നിട്ട് വേണം ഇനി വഴക്ക് പറയാൻ. ഹസ്ബൻഡ് നല്ല ഹൈറ്റ് ഉണ്ട് അല്ലേ? ഹസ്ബൻഡ് നല്ല ഹൈറ്റ് ഉണ്ട്. ഹസ്ബൻഡ് 5'11" ഉണ്ട്. അമിതാഭ് ബച്ചനും ജയബാദുരിയും കൂടെ നിൽക്കുന്ന ഒരു ലുക്കാണ്. കാരണം എന്നെ ഹസ്ബൻഡിന് ചിലപ്പോ ഒരേ ഫ്രെയിമില് കിട്ടില്ല. ഞാൻ തല മാത്രമേ കാണുള്ളൂ. ശരി, അപ്പൊ കൊച്ചിക്കാരിയായിട്ടാണ് ഇന്നിപ്പോ സ്പോട്ട്ലൈറ്റിൽ വന്നിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് നേരെ ബോംബെയിലേക്ക് പോയി, അവിടുന്ന് നേരെ കൊച്ചിയിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ സെറ്റിലായപ്പോ തോന്നി എന്നാ പിന്നെ വെറുതെ ഇരിക്കല്ല, സിനിമയിൽ അഭിനയിച്ചേക്കാന്ന് എന്ന് തോന്നി. യെസ്, VKP വിളിച്ചു. VKP ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെ VKP ഒരു ദിവസം വിളിച്ചു. ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഒരു പടം ഉണ്ട്, നമുക്ക് ചെയ്യാല്ലേ, നല്ല ക്യാരക്ടർ ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും, അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെന്താ VKP, എനിക്ക് കഥ പോലും കേൾക്കണ്ട. ഞാൻ സത്യമായിട്ട് ഞാൻ കഥ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ VKP 1 line പറഞ്ഞു. അങ്ങനെ പിന്നെ ചെയ്യാന്നങ്ങ് തീരുമാനിച്ചു. അല്ല, ഇപ്പൊ ഈ 15 വർഷത്തിനിടയ്ക്ക് വേറെ ആരും ചോദിച്ചൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ സിനിമയിലല്ലാത്ത ബാക്കി എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കും തിരിച്ചു വന്നൂടെ, അതെന്താ സിനിമയിലുള്ളവർ ചോദിക്കാത്തെന്ന് എനിക്ക് മനസ്സിലായി. ഉണ്ടായിരുന്നു. എനിക്ക് വളരെ കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. ആരും അങ്ങനെ സിനിമയിലേക്ക് വന്നൂടെ എന്നൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. എല്ലാവരുമായിട്ട് എനിക്ക് ടച്ചുള്ള ആളുകൾ സിനിമയിലാണ് അവര്, ഞാൻ സിനിമയിലായിരുന്നു. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അല്ലായിരുന്നു. പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഒരു നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ബ്രദർ സിസ്റ്റർ, ആ ഒരു ഫാമിലി എന്നുള്ളൊരു ഫീൽ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് സിനിമ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് വളരെ കുറവായിരുന്നു. പിന്നെ പറയാൻ പറ്റില്ല, വെറുതെ തന്നെ അഡീഷണൽ ആയിട്ട് ഒരു കോമ്പറ്റീഷനെ കൂടി ഞാനായിട്ട് വലിച്ചു വരുത്താനെന്ന് തോന്നിയിട്ടുണ്ടാവും. എനിക്ക് വയ്യ. ഞാൻ ആരെ കണികണ്ട. ഇനി നിനക്ക് കേൾക്കണ നല്ല രസാ, സത്യമായിട്ട്. തമാശക്ക് പറഞ്ഞാണെങ്കിൽ പോലും കേൾക്കാൻ നല്ല രസം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സിനിമയിലേക്ക് ഒരു എൻട്രി നോക്കിയിരിക്കായിരുന്നോ? അപ്പൊ അങ്ങനെയല്ല, VKP വിളിച്ചപ്പം ആണ് ഞാൻ, അല്ലാതെ അതിനെക്കുറിച്ച് അങ്ങനെ സിനിമയിലേക്ക് എൻട്രി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആലോചിച്ച് ബേസിക്കലി ഞാനൊരു ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള ശാലിനി, എനിക്ക് ശാലിനിയായിട്ടുള്ള കംഫർട്ട് ലെവൽ അത്ര ആയതുകൊണ്ടാണ് ശാലിനി ഞാൻ സത്യത്തിൽ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഞാൻ ഒരു ഇൻട്രോവേർട്ടാ, ഞാനൊരു ഷൈ പേഴ്സൺ ആണ്. എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തവരുടെ എനിക്ക് പറ്റില്ല ഓപ്പൺ അപ്പ് ചെയ്യാനോ അങ്ങനെ തുറന്ന് സംസാരിക്കും. അപ്പൊ ആളുകളുടെ വിചാരം എന്താ, ഭയങ്കര ജാടയാണ്, മിണ്ടില്ല, സിനിമ നടിയല്ലേ എന്നൊക്കെയാണ് വിചാരം. പക്ഷെ അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ. പിന്നെ എന്റെ ഫേസ് കണ്ടായിരുന്നല്ലോ, ഒരു ഫ്രണ്ട്ലി ഫേസ് അല്ല, ഒരു ദുഷ്ടത്തിലൊക്കെ ആണല്ലേ. ആരെ കണി കണ്ട എനിക്ക് അവരെ കാണാൻ വേണ്ട. എനിക്ക് ഈ സത്യം മാത്രമേ പറയാറുള്ളൂ, എനിക്ക് പഞ്ചസാര പോലും പറയാറുണ്ട്. നമുക്ക് നല്ല നല്ല സത്യങ്ങൾ പറയാം, കേൾക്കാൻ. സംഭവിച്ചു. അപ്പൊ എന്റെ പൊതുവെ ഫേസ് കണ്ട എല്ലാരും പറയും അഹങ്കാരം ഉള്ള
അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് സംസാരിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു ഫീൽ ഉള്ള ഫേസ്. പലരും അങ്ങനെ വന്ന് സംസാരിക്കാറൊന്നുമില്ല ഒന്ന്. അപ്പൊ അതുകൊണ്ട് ആരും അങ്ങനെ സിനിമയിൽ അഭിനയിക്കണ ആരും ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് പൊതുവേ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നു അങ്ങനെയൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമലി രാവിലെ എഴുന്നേക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നു, അങ്ങനെ ഒരു ലൈഫായിരുന്നു. പിന്നെ ഫിലിമിലെ ആളുകളെ കാണാറുണ്ടായിരുന്നു, അമ്മയുടെ മീറ്റിങ്ങിന് മുമ്പ് കാണാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ കൊച്ചിയിലല്ലേ എന്റെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രി അങ്ങനെ മിസ് ചെയ്യുന്നു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. VKP വിളിച്ചപ്പം എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. കാരണം VKPക്ക് ഞങ്ങളെ അറിയാം, ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. ഫാമിലി ഫ്രണ്ട് ആണ്. അപ്പം എന്താണ് ഞാൻ എന്റെ ഇൻഹിബിഷൻസ് എല്ലാ കാര്യങ്ങളും VKPക്ക് അറിയാം. അപ്പം എനിക്ക് ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അങ്ങനെ ശരി ചെയ്യാം എന്ന് പറഞ്ഞത്. എന്നോട് പറഞ്ഞില്ലേ ഇപ്പൊ കെയർഫുള്ള് VKP വിളിച്ചപ്പോ അപ്പൊ തന്നെ കഥയൊന്നും കേൾക്കാണ്ട് അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. പണ്ടും ഇങ്ങനെയായിരുന്നു. പണ്ട് ഇങ്ങനെ ഇപ്പൊ ഈ ഇരുന്ന് എനിക്ക് കഥ കേൾക്കണം, കേട്ടാലേ ഞാൻ സമ്മതിക്കുള്ളൂ എന്നുള്ള, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ ഒരാളല്ല. ആൻഡ് ഞാൻ ആ ഒരു ലെവലിലും എത്തിയിട്ടില്ല ടു ടെൽ ദി ഡയറക്ടേഴ്സ് എനിക്ക് കഥ കേട്ടാലേ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹരിഹരൻ സർ, ജയരാജ് സർ, കമൽ സർ അങ്ങനെയുള്ള ഡയറക്ടേഴ്സിന്റെ പടമാണ്, ലെജൻസിന്റെ കൂടെയാണ്. എക്സാക്ട്ലി. അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് കഥ കേട്ടാലേ എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. ഒന്നാമത് ഒരു അഹങ്കാരി ഫേസ് ഉണ്ട്. അതെ, അതിനോട് ഈ പറച്ചിലും കൂടെ പറഞ്ഞാൽ എന്നേ എന്നോട് പറയും വീട്ടിൽ പോയിരുന്നോളാം പറയും. അപ്പൊ അതുകൊണ്ട് അന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നും ഞാൻ അങ്ങനെ ഒരാളല്ല. അതെനിക്ക് അതിന് ഒരുപാട് ഡ്രോബാക്സ് എനിക്ക് വന്നിട്ടുണ്ട്. നോർമലി നോ പറയേണ്ടടുത്ത് ഞാൻ നോ പറയാറില്ല. അറിയില്ല, നോ പറയാൻ അറിയില്ല. മറ്റൊരാൾക്ക് എന്ത് തോന്നുന്നു വിചാരിച്ചിട്ട് നോ പറയാൻ അറിയില്ല. അപ്പം മനസ്സിലിങ്ങനെ കൂട്ടി വെക്കും. അവസാനം ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ഞാനങ്ങ് പൊട്ടിത്തെറിക്കും. അപ്പൊ അവർ വിചാരിക്കും ഇതെന്തിനാ ഈ കുട്ടി പൊട്ടിത്തെറിക്കണേ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക്. പക്ഷെ എപ്പോഴും ഞാൻ ആലോചിക്കും എന്റെ ആ ഒരു നേച്ചർ മാറ്റണം. നോ പറയേണ്ടടുത്ത് നോ പറയണം. അത് ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞപ്പോ പക്വതൊക്കെ വന്നപ്പോ നോ പറയാനൊക്കെ പഠിച്ചോ? ഇല്ല, ഇപ്പോഴും ഇല്ല. ശങ്കരൻ പാക്കുന്ന കോക്കനട്ട് ട്രീ. ശങ്കരൻ സ്റ്റിൽ ഓൺ ദ കോക്കനട്ട് ട്രീ. കെയർഫുൾ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞല്ലോ സിനിമ ഇൻഡസ്ട്രിയിൽ ഫ്രണ്ട്സ് ഉണ്ടെന്ന്. അവർക്ക് എന്താ പറഞ്ഞത്? എല്ലാരും ഹാപ്പി ആയിരുന്നു. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. ഫ്രണ്ട്സ് സുരേഷ് ഏട്ടൻ, സുരേഷ് ഗോപി, പിന്നെ കുഞ്ഞി, കാവ്യ, പിന്നെ ഫാമിലിയില് ജയസൂര്യ ഫാമിലി ഫ്രണ്ട് ആണ്. അങ്ങനെ വളരെ കുറച്ചു പേര്. പിന്നെ ചാക്കോച്ചൻ. എല്ലാരും എന്ത് പറഞ്ഞു? എല്ലാരും പിന്നെ ഒബ്വിയസ്ലി സന്തോഷം. സങ്കടം ഉണ്ടെങ്കിൽ ആരും കാണിക്കില്ലല്ലോ. അതാണ് പോയിന്റ്. സങ്കടം ഉണ്ടെങ്കിൽ ആരും കാണിക്കില്ലല്ലോ. ഹാ വാവ് വെൽക്കം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെല്ലാം ജെനുവൻലി ആട്ടോ എല്ലാരും പറഞ്ഞത്. എല്ലാരും അല്ലാത്ത ചിലരുണ്ടല്ലോ മനസ്സിൽ സന്തോഷം ഇല്ലെങ്കിലും സന്തോഷമാണെന്ന് അഭിനയിക്കുന്നവർ. അതുകൊണ്ട് നന്നായിട്ട് നമുക്കൊരു കാര്യം നല്ലത് വരുന്നു എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും സന്തോഷം വരാറില്ല. അങ്ങനത്തെ ആൾക്കാരെ സിനിമയിൽ കണ്ടിട്ടുണ്ടോ? പിന്നെ സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും കാണാറുണ്ട്. മുഖത്തോട് മുഖം നോക്കിയിട്ട് അങ്ങനത്തെ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടോ? മുഖത്തോട് മുഖം യെസ് ഓഫ് കോഴ്സ് ഉണ്ട്. അവർ പ്രിറ്റൻഡ് ചെയ്യാന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല കേട്ടോ, ടെക്നിക്കൽ റീസൺസ്. ഞാൻ സിനിമയിലേക്ക് റീഇൻട്രി നടത്തിയിട്ടേ ഉള്ളൂ. അതെ അതെ അതെ. അല്ല പക്ഷെ എന്നല്ല അങ്ങനെയല്ല, സിനിമയിൽ അഭിനയിക്കുന്നവർ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, സിനിമ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടവര്. പക്ഷെ നമുക്കറിയാം അവരുടെ മുഖത്തൊട്ട് സന്തോഷമില്ല. പക്ഷെ അവരുടെ ആ മുഖത്ത് ഹായ് ഐ എം സോ ഹാപ്പി ഫോർ യു എന്നൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്കറിയാം ഒട്ടും ഹാപ്പി അല്ല, ഇങ്ങോട്ട് വന്നതല്ലേ എന്തിനാണ് എന്നുള്ളൊരു അതാണ് നമുക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അങ്ങനെയുള്ള സമയത്ത് എനിക്ക് ആ ഒരു സൈഡസ്റ്റിക് പ്ലഷർ കിട്ടും. അതെ, എന്റെ ഒരു മോട്ടോ എന്താന്ന് വെച്ചാൽ നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും നമ്മുടെ വിഷമമാണ് മറ്റുള്ളവരുടെ ഹാപ്പിനെസ്. അതൊരു ഫാക്ട് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. എനിക്കറിയില്ല ശാലിനിക്ക് തോന്നിയിട്ടുണ്ടോ, നമുക്കൊരു വിഷമം ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കുള്ളിലൊരു സന്തോഷമുണ്ട്. സത്യം ഉണ്ട്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് കേൾക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അവരത് കാണിക്കില്ല. അത് കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റും ആണ്. അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, സത്യം. പക്ഷെ നമുക്ക് സന്തോഷം ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമൊന്നും ഇല്ല. ഫോർ എക്സാമ്പിൾ, ഞാന് കല്യാണം കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് വന്നു. ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ, ഹസ്ബൻഡ്, എന്റെ മക്കള്, ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ. ഞങ്ങൾ എങ്ങനെയാണ്, ഞങ്ങളുടെ ഒരു പാക്കേജ് ഇതാണ്. അപ്പൊ ഹസ്ബൻഡ് ഇതുപോലെ ഷിപ്പിൽ പോയി, ആസ് ഓൾവേസ് വന്നു, ലീവ് കഴിഞ്ഞ് ഷിപ്പിന് പോയി. അപ്പൊ ഞാനും അമ്മയാണ് എപ്പോഴും വണ്ടി എടുത്തോണ്ട് ഇറങ്ങാം. ഞാൻ വണ്ടി എടുക്കും, അമ്മ കൂടെ ഇരിക്കും എന്റെ കൂടെ. ഇങ്ങനെയാണ് ഞങ്ങൾ എവിടെ പോകണം. ചിലപ്പോൾ രാത്രി 8 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കോ ഡ്രൈവിന് പോകാൻ തോന്നും. ഞങ്ങളുടെ അടുത്ത് വണ്ടി എടുത്ത് ഞങ്ങൾ ഇറങ്ങും. പിന്നല്ലാണ്ട് അങ്ങനെയാണ്. ഇല്ല അതൊന്നുമില്ല. അത് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ടോ, പക്ഷെ എന്നാലും ഞങ്ങളത് സംസാരിച്ചെത്തും. ഏത് വീട്ടിലും ഞാൻ എപ്പോഴും അങ്ങനെ ചക്കര തേങ്ങ എന്നുള്ള റിലേഷൻഷിപ്പ് അല്ല. എല്ലാ വീട്ടിലും നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് അടി ഉണ്ടാവും, നമ്മളത് പറഞ്ഞു തീർക്കും, അപ്പൊ അത് തീരും. പക്ഷെ വി മേക്ക് ഷുവർ ദാറ്റ് എന്തെങ്കിലും ഒരു വിഷമമുണ്ട് അത് കുറെ കാലത്തേക്ക് വെച്ചു, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് പോലും ഞങ്ങൾ വെക്കില്ല, അത് അപ്പം തീർക്കും. അതാണ് ഞങ്ങളുടെ ഒരു പോളിസി. അതാണ്. അപ്പം ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഞാൻ അമ്മയും കൂടെ ഇതുപോലെ ഡ്രൈവിന് പോയി. അപ്പൊ ഹസ്ബൻഡ് ഇങ്ങനെയാണ് 5 ആഴ്ചത്തേക്കാണ് ഷിപ്പില്, പിന്നെ 5 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച ലീവിന് വരും. അങ്ങനെ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഡ്രൈവിന് പോകുന്നതും ഒക്കെ കാണുന്നത് ഞാനും അമ്മയായിട്ട്. അപ്പം തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ബിൽഡിംഗിൽ ഞങ്ങളുടെ പരിചയമുള്ളൊരു ഫാമിലിയിലെ ഡ്രൈവർ, പുള്ളി ഒരു പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു, മാഡം ഇവിടെയെല്ലാം സംസാരം എന്ന് വെച്ചാൽ ഞാൻ ജഗതി അവിടെയാ താമസിച്ചത്, DPL. ജഗതിയിലൊക്കെ സംസാരം ഉണ്ട് കേട്ടോ, മാഡം ഡിവോഴ്സ് ആയിട്ടാ വന്നിരിക്കുന്നത്. മാഡം ഡിവോഴ്സ് ആയിട്ട് അമ്മയുടെ കൂടെ 2 മക്കളായിട്ടാണ് ഇവിടെ താമസം. അതാണ്
അപ്പം എങ്ങനെ നടന്നാലും ആളുകള് തിരുത്തിയില്ലേ? എന്തിനാ നമ്മൾ തിരുത്താൻ പോകണം? നമ്മളോട് ആരും നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഡിവോഴ്സ് അല്ല കേട്ടോ എന്നൊന്നും ഞാൻ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ നടന്നാണ് പറഞ്ഞോട്ടെ, എനിക്കെന്താ, ഞാനെന്താ, ഞങ്ങളെന്താന്നുള്ളത് അറിയാം, പറയേണ്ടവര് പറഞ്ഞോട്ടെ. ഈ സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ, അതിപ്പോ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരും ഗോസിപ്സ് ആണല്ലേ? ജോബോളുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഗോസിപ്സ് ഇഷ്ടം പോലെ? ഞാൻ കേട്ടിട്ടില്ല എന്നെ കുറിച്ചുള്ള ഗോസിപ്പ്. അത്ര നാളെ നിന്നില്ല അല്ലേ? ഇല്ല, പെട്ടെന്ന് പോയി. അതാണ് പ്രായപൂർത്തി ആവുന്നതിന് മുമ്പ് കുട്ടി സ്ഥലം വിട്ടു. അതെ, ഞാൻ അതെ പ്രായപൂർത്തി 22 വയസ്സിലൊക്കെ നിർത്തിയില്ലേ? 21 വയസ്സിൽ നിർത്തിയില്ലേ? ഒഫീഷ്യലി 21 ആയപ്പോ തന്നെ ഞാൻ കല്യാണം കഴിച്ചു അന്നത്തെ ദിവസം. അപ്പം ഗോസിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ളവരാണ് നമ്മളെ കുറിച്ച് അറിയുന്നത്, നമ്മൾ പക്ഷെ അറിയാറില്ല നമ്മളെ കുറിച്ചുള്ള. പിന്നെ പൊതുവേ നല്ല സ്വഭാവമുള്ളതുകൊണ്ടായിരിക്കും എന്നെ കുറിച്ച് വലിയ ഗോസിപ്പൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഈ കെയർഫുൾ എന്ന് പറഞ്ഞ സിനിമ VKP അനൗൺസ് ചെയ്തപ്പോ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരു കൗതുകം ഉണ്ടായത് എന്താറിയോ? 27 വർഷങ്ങൾക്ക് ശേഷം ജോബോളും വിനീത് കുമാറും കൂടി ഒന്നിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഫസ്റ്റ് വന്നു. പക്ഷെ പിന്നീടാണ് എല്ലാരെയും പറ്റിച്ചുകൊണ്ട് വിനീത് കുമാറിന് മറ്റൊരു റോൾ കൊടുത്തിട്ട് അല്ലെ സൈജു കുറുപ്പ് ഇറങ്ങി വന്നു. അതെന്താ വെച്ചാല് ആദ്യം ഞാനും വിനീതും കൂടെ ആയിരുന്നു ഭാര്യ ഭർത്താവ് റോള്. അതെ, അങ്ങനെയായിരുന്നു. പിന്നെ VKPക്ക് തോന്നി വിനീതിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി സൈജുയുടെ പൊസിഷൻ. അപ്പൊ വിനീതും സൈജുവും കൂടെ അവരുടെ ക്യാരക്ടേഴ്സ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലോ. ഞാൻ പറഞ്ഞു VKP ഇപ്പോഴല്ലേ VKP വിനീതായിട്ടെന്ന് പറഞ്ഞിട്ട് 2 ദിവസം മുമ്പല്ലേ അനൗൺസ് ചെയ്തേ. നാട്ടുകാർ വിചാരിക്കട്ടെ വിനീത് ജാരനാന്ന്. ഞാൻ പറഞ്ഞു VKP നിങ്ങൾക്കറിയാം. അല്ല, എനിക്ക് തോന്നുന്നു അതായിരിക്കും, പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു. വിനീത് വന്നപ്പോ അതന്നെ പറഞ്ഞത്. എനിക്ക് പിന്നെ തോന്നി അതാണ് കുറച്ചുകൂടി നല്ല റോള്. പിന്നെ സൈജുവിനെ വിളിക്കുന്നുണ്ട്. പണ്ട് വടക്കൻ വീരാതയിൽ അഭിനയിച്ചപ്പം വിനീതിന് ഞാനൊരു തലവേദനയായിരുന്നു. ഞാനെന്ന് പറയണ ഭയങ്കര ടെൻഷനായിരുന്നു. പുള്ളിക്ക് പാവം കേട്ടോ. വിനീത് ഒരിക്കലും ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്റെ അടുത്ത് പറയണോ? പറയൂ. വടക്കൻ വീരായുടെ സമയത്ത് കല്യാണം കഴിക്കണ്ടല്ലോ, കല്യാണം കഴിച്ചപ്പോ വിനീതിന് ടെൻഷൻ ആയി പോയി. ഇനി എങ്ങനെ കല്യാണം കഴിഞ്ഞു എന്നൊരു പേരും പറഞ്ഞിട്ട് എന്റെ വീട്ടിലോട്ട് പോലും വരുമോ, നിങ്ങളെ കല്യാണം കഴിച്ചല്ലേ അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു. അയ്യോ, അത് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഇനി ജീവിതകാലം മുഴുവൻ ഇത് എന്റെ തലയിൽ കുരുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. താലിയൊക്കെ ഇങ്ങനെ വെക്കണ പോലെ കണിച്ചിട്ടപ്പോ കൈ എടുത്തിരുന്ന പോലും ഇനി തലയിലാവണ്ട, എങ്ങാനും ഈ കുരിശ് തലയിലായാലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷനായിരുന്നു പാവം. ജോബോള് മൂന്നാമത് എൻട്രി നടത്തിയപ്പോ മെച്യൂർഡ് റോൾസ് ചെയ്യണം, പ്രായത്തിനനുസരിച്ചുള്ള റോൾസ് ചെയ്യണം എന്നാണോ? കാരണം കണ്ടാ പറയില്ലാത്തോണ്ട് എന്തുകൊണ്ടേ നമുക്ക് ചെയ്യാലോ. എനിക്കിത് സൂഹിക്കുന്നത് എനിക്ക് പേടിയാണ്. അടുത്ത സെന്റൻസ് എന്താ വരാന്ന് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണത്. അല്ലെ സീരിയസ് ആയിട്ട് പറയാ. എനിക്ക് സെയിം എന്റെ പ്രായത്തിനുള്ള റോള് ചെയ്യണമെന്ന് വളരെ ആഗ്രഹം. ടച്ച്വുഡ് ഈ മൂവിയിലും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് അഭിനയിക്കേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. എനിക്കതല്ല പേടി. ഈ പടത്തിൽ എല്ലാവരും ബിഹേവാ ചെയ്യുന്നത്, ഞാൻ മാത്രം അഭിനയിച്ചാലോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പണ്ടത്തെ ഓർമ്മയില് അത് എന്നുവെച്ചാ ഒരു വടക്കൻ വീരഗാഥ എന്റെ വീട്ടിലെപ്പോഴും കാണും. പാട്ടൊക്കെ കാണുമ്പോൾ എന്റെ ഹസ്ബൻഡ് പറയും, ഇതെല്ലാവരും നാച്ചുറലാ, നീ മാത്രം അഭിനയിച്ചോണ്ടിരിക്കണമെന്ന് പറയും. നീ മാത്രം അഭിനയം, ബാക്കി എല്ലാവരും നാച്ചുറൽ ആയിട്ടാണ് ചെയ്യണത്. അപ്പൊ അതെന്റെ മനസ്സിലുണ്ട് ഓൾറെഡി. അപ്പൊ ഞാൻ ആലോചിക്കും, ദൈവമേ ഞാൻ അഭിനയിക്കാണ്ടിരുന്നാ മതിയായിരുന്നു, അഭിനയിക്കാതെ ഒന്ന് ബിഹേവ് ചെയ്യാൻ പഠിച്ചാൽ മതിയായിരുന്നു. ടെൻഷൻ അതായിരുന്നു ടെൻഷൻ. പിന്നെ VKP ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ VKP അടുത്ത് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റും. ആ ഒരു ഫ്രീഡം, ആ ഒരു സ്പേസ് VKP എടുത്തോണ്ട് എന്തും നമുക്ക് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു VKP എന്റെ ഒരു ടെൻഷൻ ഇതാട്ടോ, ഞാനെങ്ങാനും കയറി അഭിനയിച്ചു പോയാലോ VKP, അതിനല്ലേ ഞാൻ ഇവിടെ ഇരിക്കണേ. ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു വോണ്ട് ആക്ട് എന്ന് പറഞ്ഞു. കുറെ പ്രാവശ്യം ആക്ടിംഗിന് പിടിച്ചിരുന്നോ? അഭിനയിക്കുന്നുണ്ട്, അഭിനയിക്കണ്ട എന്ന് പറഞ്ഞിട്ട്? ഇല്ല, 1-2 പ്രാവശ്യം. VKP നമ്മുടെ അടുത്തങ്ങ് ഒരിക്കലല്ലോ, മോണിറ്റർ വെച്ച് ദൂരെ ഇരിക്കുക, അഭിനയം വരുന്നു എന്ന് മാത്രം കേൾക്കാം. പിന്നെ രണ്ടാമത്തെ എന്റെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഫിലിം ആയിരുന്നല്ലോ, അന്ന് ഡിജിറ്റൽ ഇല്ലായിരുന്നു. അപ്പം ഒരു റീടേക്ക് വന്നു കഴിയുമ്പോൾ എന്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ്. ഒരു റീടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ ഡൗൺ ആയിപ്പോ. അപ്പൊ ഞാൻ ആ കാര്യം VKP എടുത്ത് പറഞ്ഞു, VKP ഇതാണ് ഇപ്പൊ ഇത് ഡിജിറ്റലാണ്, 100 പ്രാവശ്യം എടുത്താലും there's no problem. അപ്പൊ അതുകൊണ്ട് 100 200 എത്ര പ്രാവശ്യം വേണമെങ്കിലും ടിൽ യു ആർ സാറ്റിസ്ഫൈഡ് യു ഡു. അഭിനയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മോണിറ്ററിന്റെ പിന്നിൽ പോയി നോക്കും, എങ്ങനെ ഉണ്ടായിരുന്നു? VKP കേൾക്കണ്ട, ചിലതൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയും മോണിറ്ററിൽ കണക്ട് ചെയ്യും. ചിലത് മോണിറ്റർ കണക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കൊണ്ട് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, ആദ്യം എന്നെ കടിക്കും, എന്നിട്ട് നമുക്ക് VKP കാണാം. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓക്കെ ആയിട്ട് നമുക്ക് VKP, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇപ്പൊ ചീത്തവിളി കേൾക്കും എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട്. ജോബോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മാറ്റിക്കുകയും ചെയ്യും. അല്ല, അപ്പൊ ഞാൻ VKP വന്ന് നോക്കാൻ പറയാം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. VKP അത് നോക്കി കഴിഞ്ഞാൽ ഉടനെ എന്റെ ഫേസ് നോക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അല്ല, മൊത്തം ചിരിയില്ലല്ലോ, എന്താ ആ പഴയ ചിരിയില്ലാതെ? ഓക്കെയാണ് VKP, കുഴപ്പമില്ല. ഇല്ല ചിരിയില്ല, ചിരി വരണത് വരെ മോത്ത ചിരി വരണത് വരെ ചെയ്യാം എന്ന് പറയും. പിന്നെ റീടേക്ക് എടുത്തിട്ടുണ്ട്. ഇവ 3 എൻട്രി അല്ലേ നടത്തിയത് മലയാള സിനിമയിലേക്ക്? ആദ്യം 5 വയസ്സിൽ കുഞ്ഞു പ്രായത്തില്, പിന്നെ 16 വയസ്സ്, പിന്നെ 16 വയസ്സിൽ, ഇപ്പൊ 35 വയസ്സിൽ. ഞാൻ വിചാരിച്ചില്ല കേട്ടോ പ്രായം പറയാൻ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം കണ്ടാ തോന്നില്ലാത്തോണ്ട് കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറയാലോ. കൂടുതൽ ഞാൻ പറയില്ലല്ലോ. ഇല്ല, 35 വയസ്സിൽ. അപ്പൊ ഈ 3 കാലഘട്ടത്തില് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 3 രീതിയിൽ സിനിമ എടുത്തിരുന്ന കാലമാണ് അല്ലെ? എന്താ വ്യത്യാസം തോന്നിയിരിക്കണേ? ആദ്യത്തെ വരവിലും, രണ്ടാമത്തെ വരവിലും, മൂന്നാമത്തെ വരവിലും? ആദ്യത്തെ വരവിൽ എന്റെ ബുദ്ധി ഉറച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. 5 വയസ്സ്. 5 വയസ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്താ നടക്കണമെന്ന് അറിയത്തില്ല, ഒരു ടെൻഷനും ഇല്ല, മൊത്തത്തിൽ കളിച്ച് നടക്കണ ഒരു അവസ്ഥയായിരുന്നു.
അതുകൊണ്ട് എനിക്ക് വടക്കൻ വീരഗാഥയെ ബാക്കിയൊന്നും ഒരു ടെൻഷനും ഇല്ല. വിനീത് പറഞ്ഞിരുന്നു ഞാൻ ഡിമാൻഡ് ചെയ്യും, വേറെ ഇത്ര ചോക്ലേറ്റ് വരണം എന്നൊക്കെ. ഇതൊക്കെ ദൈവമേ ഞാനിതൊക്കെ എപ്പോഴാ ചെയ്ത്, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് അങ്ങനെ വിനീത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം. രണ്ടാമത് വന്നത് ഇന്ന് സ്വന്തം ജാനകിക്കുട്ടി, അത് വന്നത് ഹരിഹരൻ സാറിന്റെ സാർ ചെയ്ത് കാണിക്കും. അപ്പൊ പിന്നെ നമുക്ക് അതുപോലെ അങ്ങ് ചെയ്താൽ മതി. പിന്നെ അന്ന് ആ പടത്തിൽ എല്ലാവരും ന്യൂ കമേഴ്സ് ആയിരുന്നു, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആയിരുന്നില്ല, എല്ലാവരും പുതിയതായിരുന്നു. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളും ഫ്രീ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെല്ലുന്ന കാര്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പിന്നെ കിട്ടിയതൊക്കെ വലിയ വലിയ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുന്നു, വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുന്നു. പിന്നെ എപ്പോഴോ കുറെ കാലം കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് ഫ്രീ ആയത്. അപ്പോഴേ സിനിമ നിർത്തി. പക്ഷെ അന്ന് ആദ്യത്തെ സിനിമയിൽ തന്നെ, അതായത് റീ എൻട്രിയിലെ ആദ്യത്തെ സിനിമയിൽ തന്നെ നാഷണൽ അവാർഡിന്റെ കിട്ടിയപ്പോ അതെനിക്ക് 100% പറയാം. അത് ആ ക്യാരക്ടറും ആ സ്ക്രിപ്റ്റും ആ കഥയും ആ ഡയറക്ടറും ഉള്ളത് കൊണ്ട് മാത്രമാണ്. ചിലപ്പോൾ എന്റെ സ്ഥാനത്ത് വേറെ ആരഭിനയിച്ചാലും കിട്ടിയെന്നെ. എന്റെ അവാർഡ് ഡിക്ലെയർ ചെയ്ത് പഞ്ചാബി ഹൗസിന്റെ സെറ്റില് സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡ്. അത് തമാശ വെച്ചാല് ഞാൻ അറിഞ്ഞിരുന്നില്ല ഡിക്ലെയർ ചെയ്ത കാര്യമൊന്നും. പഞ്ചാബി ഹൗസിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അന്ന് മൊബൈൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. എഴുപുന്ന എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അകത്തൊരു സെറ്റ് ഇട്ടിട്ടാണ് അത് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അവിടെ ഒരു ലാൻഡ് ഫോൺ ഉണ്ട്, അത്യാവശ്യമുള്ളവർ അതിലേക്ക് വിളിക്കും. അപ്പൊ ആ ഫോൺ അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആവശ്യത്തിന് ആരോ വിളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒരു ഫോൺ അടിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ശ്രദ്ധയാണ്. അല്ലാണ്ട് വെറുതെ ഒന്നും വിളിക്കില്ല. കാരണം അങ്ങനെ ഒരു ഇന്നത്തെ മൊബൈൽ ഫോൺ അങ്ങനത്തെ ഒരു സംഭവമേ അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ആരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ഷൂട്ടിങ്ങിന്റെ സമയത്ത് ക്രിങ് ഫോൺ അടിക്കണം. ഷൂട്ട് ബ്രേക്ക് ചെയ്തു, കാരണം ഫോൺ അടിക്കുന്നുണ്ടല്ലോ. ആർക്കാണ് എന്നുള്ള ജോമോൾക്ക് ഫോണ്. അപ്പൊ പൊതുവെ മൊത്തത്തിൽ എല്ലാം ഷൂട്ടൊക്കെ നിർത്തി. എന്താണ് സംഭവം? അപ്പൊ ദിലീപേട്ടൻ പറഞ്ഞു, എന്റെ കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്, നിന്നെ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ട്, കാരണം ഇത്രയും കാലം കോളേജിൽ കയറിയിട്ടില്ലല്ലോ, ലീവ് എടുത്തിട്ടല്ലേ, അപ്പൊ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ട്, അതിന് വേണ്ടി വിളിക്കണമെന്ന്. അങ്ങനെ ഞാൻ പോയി ഫോൺ എടുത്തപ്പോണ്ട് എന്റെ അടുത്ത മൂവി മയിൽപീലിക്കാവിന്റെ പ്രൊഡ്യൂസർ ദിനേശ് പണിക്കർ. അപ്പം ഹലോ, ഞാൻ ദിനേശാണ്, ദിനേശ് ജി ആണ്. ഞാൻ പറഞ്ഞു, ദിനേശ് ജി എന്താ ഇവിടെ, കൺഗ്രാറ്റ്സ്. ഞാൻ പറഞ്ഞു, കൺഗ്രാറ്റ്സോ എന്തിന് ചോദിച്ചാ, അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, അറിയാനോ, എന്തറിയാനോ, ഒന്നാമത് ഒരു അങ്ങൊരു ഗുദാമിലൊരു സ്ഥലത്താണ്. ഞാൻ ചോദിച്ചു, എന്തറിയാൻ? നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ജൂറി മെൻഷൻ പേപ്പർ വന്നില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല, ആരും വിളിച്ചു പറയാനോ ഒന്നും അറിഞ്ഞിട്ടില്ല, എന്നാ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എനിക്കിതെന്റെ ഒന്നും അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു വെച്ച് ഞാൻ തിരിച്ചിങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദിലീപേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ കോളേജിൽ നിന്ന് ആ മുഖം കണ്ടാലറിയാം കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടാണ് വിളിക്കണമെന്ന്. എന്താ ആരെ വിളിച്ചത്? അപ്പൊ എല്ലാവരും വരും കേട്ടോ, എന്തിനാ വിളിച്ചത്, ആരെ വിളിച്ചെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി എല്ലാവരും ഡയറക്ടർ എന്താ വിളിച്ചത്, ആരെ വിളിച്ചത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദിനേശ് പണിക്കർ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് നാഷണൽ അവാർഡ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോഴത്തെ നാഷണൽ അവാർഡോ? അവർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അതല്ലേ, അതാണ് ഏറ്റവും വലിയ ട്രാജഡി. അവർക്കും വിശ്വസിക്കാൻ പറ്റില്ല, നാഷണൽ അവാർഡ്. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയണോ? എന്റെ അടുത്ത് ഇപ്പോൾ വിളിച്ചിട്ട് നാഷണൽ സ്പെഷ്യൽ മെൻഷൻ കിട്ടിയിട്ടുണ്ട്, ജൂറി മെൻഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ നോക്കിയപ്പോൾ സത്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് അവാർഡ് കിട്ടിയത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് മയിൽപീലിക്കാവിന്റെ സമയത്തായിരുന്നു, അതിന്റെ ഷൂട്ടിന്റെ സമയത്തായിരുന്നു. ഡബിൾ ധമാക്കയായിരുന്നു. അതെ. അപ്പൊ ഇത് കിട്ടി കഴിഞ്ഞപ്പോഴായിരുന്നു ഭയങ്കര ടെൻഷൻ. കാരണം ഇനി റീടേക്ക് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർ അയ്യേ ഇതിനാണോ, ഈ സാധനത്തിനാണോ നാഷണൽ അവാർഡ് കിട്ടിയത്, എന്തോന്ന് വിചാരിക്കില്ല. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞില്ല. എനിക്കൊരു LKG പോകുന്ന ഫീൽ ആയിരുന്നു. വിറയലോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും അറിയാത്തൊരു ഫീൽ. ബാക്കി എല്ലാവരും ഭയങ്കര പെർഫോമൻസ് ആയിരുന്നല്ലോ. പക്ഷെ സൈജുവിന്റെ കൂടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, സൈജു പെർഫോം ചെയ്യണമാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ റിയാക്ട് ചെയ്ത് പോകും, നമ്മൾ ബിഹേവ് ചെയ്തു. സോറി റിയാക്ട് അല്ല, ബിഹേവ് ചെയ്തു. പുതിയ ടേംസ് ഒക്കെ പഠിക്കണല്ലോ. അതല്ല, ഒന്ന് ആലോചിക്കുക, സെന്റൻസിന്റെ മീനിങ്ങേ മാറി. സൈജു പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്ത് പോകും, അതല്ല സോറി ബിഹേവ് ചെയ്ത് പോകും. സ്പോട്ട്ലൈറ്റിന്റെ സമയം. ഇവിടെ ഞാൻ ശാലിനി. ഇന്നത്തെ എന്റെ ഗസ്റ്റ് ജോമോൾക്ക്. ഈ റൗണ്ടിന്റെ പേര് ഷൂട്ട് ഔട്ട് അറ്റ് സ്പോട്ട്ലൈറ്റ് എന്നാണ് കേട്ടോ. ഓക്കെ, ഇതിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. എനിക്ക് നേരത്തെ തരുമോ? അയ്യാടാ, മനസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് ചോദിക്കും, അതിനുള്ള ഉത്തരം കൂടെ പറഞ്ഞാൽ മതി. നമ്പർ 1, ജോമോള് നന്നായിട്ട് ഡ്രൈവ് ചെയ്യില്ലേ? സിനിമ ഇൻഡസ്ട്രിയിൽ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന 3 നടിമാർ. ഞാൻ ഇപ്പം ഡ്രൈവ് ചെയ്ത് പോയി കണ്ടിട്ടുള്ളത് പാർവതിയാണ്, പിന്നെ കൃഷ്ണപ്രഭ, പിന്നെ എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എന്റെ പേര് പറയാൻ പറ്റുമോ? പറഞ്ഞോ. അപ്പൊ എന്റെ പേര് മൂന്ന് പേര്. സ്പോട്ട്ലൈറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അവസാനമായി വാട്സ്ആപ്പ് ചെയ്ത സെലിബ്രിറ്റി ഡാഷ് ആണ് വിക്കി. ഞാൻ സ്പോട്ട്ലൈറ്റിൽ പോവാന്ന് പറഞ്ഞു, ഐ എം ഗോയിങ് എന്ന് മാത്രം പറഞ്ഞു. അത് അനുഗ്രഹം വാങ്ങിക്കാൻ വാട്സ്ആപ്പ് ചെയ്തു. അതെ, റിപ്ലൈ വന്നിട്ടില്ല. അനുഗ്രഹം ഇനി കഴിഞ്ഞിട്ടായിരിക്കും നോക്കണ്ടേ. നവരസങ്ങളിൽ എന്റെ സ്വഭാവത്തിൽ കൂടുതലുള്ളത് ഭീവത്സം. എന്റെ മക്കള് പറയണ. പുരുഷന്മാരിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന സ്വഭാവം മെയിൽ ഷോവനിസം. ഇഷ്ടപ്പെടുന്നത് നമ്മളിങ്ങനെ പൊക്കി പറയണം. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ ഡാഷ് എന്ത് ചെയ്യായിരുന്നു? റോഡ് ട്രിപ്പിലായിരുന്നു. ആര് വണ്ടി ഓടിച്ചു പോയി? ഞാനും എന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, മാറി വണ്ടി ഓടിച്ചു പോയി. ഞങ്ങൾ ഗോവ, ബോംബെ, തിരുപ്പതി, ബാംഗ്ലൂർ, അങ്ങനെ ഒരു 26 ദിവസത്തെ റോഡ് ട്രിപ്പായിരുന്നു. ഭാവിയിൽ ആവശ്യം വരുമെന്ന് കരുതി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഐറ്റം ഡാഷ് ആണ്. ടിഷ്യൂ പേപ്പർ. എപ്പോഴും കൊണ്ടു നടക്കും. അത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഭരണം ഡാഷ് ആണ്. ഫിംഗറിംഗ്. സിനിമയിലെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഡാഷ് ആണ്. സിനിമയിൽ അങ്ങനെ ആരും അടുത്ത സുഹൃത്തുക്കളില്ല, സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആരാ അടുത്ത സുഹൃത്ത്? ശരിക്കും അടുത്ത സുഹൃത്ത് ഷേന ആണ്, സുഹൃത്തായിട്ട് പറയണമെങ്കിൽ. അല്ലെങ്കിൽ എന്റെ അമ്മ, ഹസ്ബൻഡ് അമ്മ. സിനിമയിൽ എന്താ ബെസ്റ്റ് ഫ്രണ്ട്സിന് ഉണ്ടാക്കാൻ കൊള്ളില്ലാത്തോണ്ട് എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും സിനിമയിലായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നത്. വൺസ് അപ്പോൺ എ ടൈം ഞങ്ങൾ ഒരു കുഴിയിൽ ചാകും, ആ ഒരു ഇതായിരുന്നു. പിന്നെ എപ്പോഴോ എങ്ങനെയോ ഒരു ഡിസ്റ്റൻസ് സംഭവിച്ചു. അത് എന്തുകൊണ്ട് എനിക്കൊരു
വിഷമം വന്നപ്പം അന്വേഷിച്ചില്ല. അപ്പൊ ഒബിയസ്ലി നമുക്ക് മനസ്സിലൊരു വിഷമം. അപ്പൊ നമുക്ക് ഐസ് ബ്രേക്ക് ചെയ്ത് ചോദിക്കാനുള്ള എന്റെ ഈഗോ ആയിരിക്കാം. പിന്നെ ആ ഒരു ഗ്യാപ്പ് വന്ന് ഇടയ്ക്ക് എപ്പോഴോ ഒരു 3-4 കൊല്ലം മുൻപോ 5-6 കൊല്ലം മുൻപ് എപ്പോഴും ഒരിക്കൽ കണ്ടു. അപ്പം ഒരു ചിരിയിൽ ഒതുങ്ങി. അതാണ്. അപ്പൊ അതുകൊണ്ട് സിനിമയിൽ എനിക്കറിയില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. സ്വന്തം ഫോണിൽ ഞാൻ പേര് മാറ്റി സേവ് ചെയ്തിട്ടുണ്ട് ചില ആളുകളുടെ. ഉണ്ട്. ഡു നോട്ട് ആൻസർ. സീരിയസ്ലി? ഡു നോട്ട് ആൻസർ, റോങ് നമ്പർ. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പേടി പെറ്റ്സ്. യു ഡോണ്ട് ലൈക്ക് പെറ്റ്സ്? ഐ എം സ്കേർഡ്. എനിക്ക് എന്തും ഇങ്ങനെ എഴയണത് ഭയങ്കര പേടിയാണ്. കോക്രോച്ച്, പല്ലി, എട്ടുകാലി എല്ലാം പേടിയാണ്. ഒരു കോഴിക്കുഞ്ഞിനെ പോലും എനിക്ക് ഫീൽ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അപ്പം സുരേഷിന്റെ വീട്ടില് ഒരു പട്ടിയുണ്ട്, സുരേഷ് ഗോപിയുടെ. സുരേഷിന്റെ വീട്ടില് അവിടെ ഒരു പട്ടിയുണ്ട്, സൈബീരിയൻ ഹസ്കി. കാണാൻ നല്ല സുന്ദരനാ, ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്, നല്ല സുന്ദരനാ. അതൊന്നും ചെയ്യില്ല, അതിന് നമ്മളെക്കാളും ആറ്റിറ്റ്യൂഡാണ്. അതിനെ ഇങ്ങനെ വീട്ടിൽ കൂടെ കൊണ്ട് എല്ലാവരും അതിനെ കളിക്കും. ഞാൻ അത് വരുമ്പോ മാത്രം ഓടും. നല്ല വലുപ്പമുണ്ട്. സുരേഷ് പറഞ്ഞു, നിന്റെ പേടി മാറ്റണമല്ലോ, ഇങ്ങനെ പറ്റില്ലല്ലോ, നീ ഒന്ന് അതിന് ആഹാരം കൊടുത്തു നോക്കും, അങ്ങനെ പറ്റില്ലല്ലോ, ഇന്ന് പേടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ചെയ്യില്ല, വീട്ടിൽ വളർത്തുന്നതല്ലേ പറഞ്ഞിട്ട് സുരേഷിന്റെ വഴക്ക് പറയും. പിന്നെ ഞാൻ സ്വന്തമായിട്ട് തീരുമാനമെടുത്തു, ശരി സുരേഷ് ചേട്ടാ ഞാൻ നോക്കാം അതുമായിട്ടൊന്ന് ഇണങ്ങാൻ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചു, ഞാനൊന്ന് അതിന്റെ അടുത്തൂടെ ഒക്കെ നടന്നുപോയി. എന്റെ പട്ടി വരും എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അതങ്ങോട്ട് തിരിഞ്ഞു. അത് നമ്മളെക്കാളും ആറ്റിറ്റ്യൂഡാണ്. എനിക്ക് ധരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വേഷം ഡാഷാണ്. ജീൻസും ടോപ്പും. എനിക്ക് സൽവാർ കമ്മീസ് ആണെങ്കിലും കുറച്ച് ലൂസ് ഉള്ളത് ഇടാനാണ് എനിക്കിഷ്ടം. കാരണം ശ്വാസം പിടിച്ചു നടക്കണ്ടല്ലോ, ആരും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കാഷ്വൽസ് ഇട്ട് നടക്കാനാണ് പൊതുവെ. പക്ഷേ ജോബോളിന്റെ ഒത്തിരി പിക്ചേഴ്സ് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട പിക്ചേഴ്സ് ഒന്നല്ലേ സാരി അല്ലെങ്കിൽ സൽവാർ കമ്മീസ്. ഞാൻ എവിടെ വെളിയിൽ ഫംഗ്ഷന് പോകുമ്പോൾ സാരി ഉടുത്തിട്ടാണ്. അപ്പൊ എല്ലാവരും പറയും എന്തിനാ സാരി ഉടുക്കണം. പക്ഷെ നമ്മുടെ ഒരു പ്രായവും നോക്കി, പിന്നെ നമ്മൾ പോകുന്ന ചടങ്ങും കൂടെയുള്ള ആളുകൾ, അറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെയും നമ്മൾ അവരുടെ ഒരു ഇത് നോക്കിയിട്ട് നമ്മളെ റെസ്പെക്ട് കൊടുത്ത് നമ്മളെപ്പോഴും, അതുകൊണ്ട് ഞാൻ എപ്പോഴും സാരി കൊടുക്കാറ്. പിന്നെയുള്ള സത്യം പറയണമെങ്കിൽ എന്ത് ഡ്രസ് ഇട്ടാലും നല്ല ഭംഗിയിലായിരിക്കണം കേട്ടോ. ഇവിടെ എന്റെ മുന്നിലിരിക്കുമ്പോൾ എനിക്ക് കാണാമല്ലോ ആള്. പിന്നല്ലാണ്ട്. ജോമോൾ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? സത്യമേ പറയൂ. ഇത്രയും പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. അതിൽ എനിക്ക് തർക്കമൊന്നുമില്ല, പക്ഷെ സത്യം പറയണം. അതെന്താ അങ്ങനെ ചോദിച്ചു? അറിയോ? സത്യം പറയാം. ഈ 15 വർഷത്തിനിടയ്ക്ക് എന്ത് ചെയ്തിട്ട് എങ്ങനെ മെലിഞ്ഞു സുന്ദരിയായിട്ടിരിക്കണേ? ഞാൻ എന്ത് കഴിച്ചാലും വണ്ണം വെക്കും. ഞാൻ ഡെലിവറി സമയത്ത് 75 കിലോ വരെ ഞാൻ നോക്കി. അത് കഴിഞ്ഞപ്പോ ഞാൻ കയറി നിന്നിട്ടില്ല. നോക്കാണ്ടായി എന്നെ കൊണ്ട് വയ്യാന്നായി. എന്ത് ചെയ്തിട്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കണേ? വൈറ്റ് എല്ലാം ഞാൻ നിർത്തിയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരമാണ് ചോറ്. കഞ്ഞി ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കഞ്ഞി ഇഷ്ടമായിരുന്നു പണ്ട്. ഇപ്പോഴും ഇഷ്ടം? ഇപ്പോഴും കുഴപ്പമില്ല, കിട്ടിയാലും കഴിക്കും. പക്ഷെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കല്ലോ എന്നുള്ളതുകൊണ്ട് പൊതുവെ വണ്ണം വെക്കുന്ന പ്രകൃതമാണ്. പിന്നെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ അത് ഫുൾ വണ്ണം വെക്കും. ആ ഒരു അവസ്ഥയാണ് എനിക്ക്. കുറെ കഷ്ടപ്പെടുണ്ടാവുമല്ലോ നന്നായിട്ട് കഷ്ടപ്പെടും. പിന്നെ കല്യാണം കഴിച്ച സമയത്ത് എനിക്കൊരു സൽവാർ കമ്മീസ് ഉണ്ട്. അമ്മ ചന്തുവൊക്കെ ആദ്യമായിട്ട് എനിക്ക് എടുത്തു തന്ന ഒരു ജർദോസി വർക്കിന്റെ ഒരു സൽവാർ കമ്മീസ് ഉണ്ട്. അതിൽ ഇന്നും കയറണം, അതാണ് എന്റെ ഒരു മോട്ടോ. കയറിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മനപ്രയാസം. അത് കയറും മാത്രം പോരാ, അത് വൃത്തിയായിട്ടിരിക്കണം, അവിടെ ഇവിടെ നിന്ന് ചാടിയിരിക്കരുത്. പിന്നെ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചാൽ നമ്മളിപ്പോ വണ്ണം വെച്ച് നമ്മൾ അതിലങ്ങ് കംഫർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറയ്ക്കില്ല. നമ്മൾ പിന്നെ ആ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ അങ്ങ് ഇരിക്കും. ആളുകളും നമ്മളെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യും. അത് പറ്റില്ല. ഞാൻ പണ്ടേ മനസ്സിൽ എടുത്തൊരു തീരുമാനമാണ്. അപ്പം രണ്ടാമത്തെ മോളും ഉണ്ടായി കഴിഞ്ഞു. പക്ഷെ എന്നാലും ഇനി എനിക്ക് ശരിക്കും വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ള സമയത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് എനിക്ക്. ഞാൻ സ്കിപ്പ് ചെയ്യും. ജിമ്മിൽ പോയിരുന്നു, പിന്നെ ഞാൻ അങ്ങ് നിർത്തി, ബോറടിച്ചു. എനിക്ക് അങ്ങനെ എന്ത് കാര്യം പെട്ടെന്ന് ബോറടിക്കും. അങ്ങനെ സുംബ ജോയിൻ ചെയ്തു, പിന്നെ അങ്ങ് വണ്ണം കുറഞ്ഞു. ഫുഡ് കൺട്രോൾ ആണ്. പക്ഷെ ഞാൻ എന്തും ഇപ്പൊ കഴിക്കും കേട്ടോ. എവറിത്തിങ് ഐ ഹാവ് പോർഷൻ ആയിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കും. ഇപ്പൊ തിരിച്ച് സിനിമയിൽ വന്നപ്പോ അല്ലെങ്കിൽ ഇപ്പൊ കൊച്ചിയിൽ താമസമായപ്പോ ഇഷ്ടം പോലെ സിനിമക്കാരെ കണ്ടുണ്ടാവുമല്ലോ. അപ്പൊ അവരൊക്കെ ചോദിക്കില്ലേ, പഴയ നായകന്മാരൊക്കെ ചോദിക്കില്ലേ എങ്ങനെയാണ് സുന്ദരിയായിട്ടിരിക്കണേന്ന്? എങ്ങനെ സുന്ദരിയായിട്ടിരിക്കണേന്നൊക്കെ അവർ ചോദിക്കാറുണ്ട്. എനിക്ക് അങ്ങ് പറഞ്ഞ എനിക്ക് നാണാവും. ചോദിക്കാറുണ്ട്, എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ സൗന്ദര്യ രഹസ്യത്തെ കുറിച്ച്? ഞാനല്ലാതെ. സൗന്ദര്യ രഹസ്യത്തെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കണേ, നല്ല അല്ല ഭംഗി ഉണ്ടെന്നല്ല എന്ന് വെച്ചാൽ അതുപോലെയൊക്കെ ഇരിക്കണമെന്നൊക്കെ എല്ലാവരും ഞാൻ സമ്മതിച്ചു. ഞാൻ ചോദിക്കണേന് ഉത്തരം പറഞ്ഞാൽ മതി. എല്ലാവരും ഒരു 5 പേര് പറഞ്ഞു. ഈ അടുത്ത് ചോദിച്ചേ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും ചോദിക്കാറുണ്ട്. ചാക്കോച്ചൻ ചോദിച്ചില്ലേ? ചാക്കോച്ചൻ പറയാറുണ്ട്, കാണുമ്പോ പറയാറുണ്ട്. വിനീത് കുമാർ ചോദിച്ചില്ലേ? വിനീത് കുമാർ ചോദിച്ചില്ലേ? വിനീത് എന്നോട് ചോദിക്കും, നീ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന ചോദിച്ചിട്ടുണ്ട്. പിന്നാരാ ചോദിക്കുക? ജയസൂര്യ ചോദിച്ചോ? ജയൻ ചോദിക്കാം. ജയൻ പറയാറുണ്ട്. ഒരു 2 ആൾക്കാരോട് പേര് പറഞ്ഞേ, എന്നിട്ട് ഞാൻ നിർത്തിക്കോളാം. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് നാണാവണം. അങ്ങനെ എല്ലാരും കാണുമ്പോ ചോദിക്കാറുണ്ട്. ചോദിക്കാറില്ല. ഒന്നാമതെന്താ പറയോ, എനിക്ക് അധികം സൈസ് ഇല്ലല്ലോ, പൊക്കില്ലല്ലോ. ഈ ഷോ നിർത്തണമെങ്കിൽ എനിക്ക് ആ 2 പേര് കിട്ടിയേ പറ്റുള്ളൂ. എല്ലാരും കാവ്യ എപ്പോഴും പറയും എന്റെ അടുത്ത്, നീ അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ചാക്കോച്ചനോടൊക്കെ എല്ലാരും മെലിഞ്ഞ സുന്ദരിയായിരിക്കണു അങ്ങനെയല്ല ചോദിക്കുന്നത്. പണ്ടത്തെ ഉള്ള അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നതെന്ന് പറയാറ്. അങ്ങനെ എല്ലാരും പറയാറ്. മുഖത്ത് നോക്കി സംസാരിക്കും. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? മുഖത്തൊഴുകി ബാക്കി ഇങ്ങനെ മുകളിലേക്കൊക്കെ ഞാൻ നോക്കി സംസാരിച്ചോണ്ടിരിക്കുന്നു. ലാസ്റ്റ് ഒരാളോട് കൂടി പറഞ്ഞാൽ ഞാൻ നിർത്തിക്കോളാം.
കാവ്യ ചോദിക്കാറുണ്ട്. ഇപ്പൊ പാർവതി ചോദിക്കാറുണ്ട്, ആഹാരം കഴിക്കുന്ന സമയത്ത് ഞാൻ പറയും അയ്യോ ഞാൻ ഒരുപാട് കഴിച്ചു എന്ന് പറയാം. അപ്പൊ എന്റെ കണക്കിനൊക്കെ 2 ദോശ എന്നൊക്കെ പറയണത് എനിക്ക് നല്ല ഒരുപാടാണ്. ഞാൻ 2 ദോശ കഴിച്ചു, ഇനി ഞാൻ എങ്ങനെയാണ് ഇതൊന്ന് കളയാൻ? 2 ദോശയോ 2 ദോശ കഴിച്ചിട്ടാണോ നീ ഇങ്ങനെ കിടന്ന് പറയണത് എന്ന് പറയും. പക്ഷെ ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയട്ടെ, 6 കേക്ക് പീസ് അവിടെ കൊണ്ടുവന്ന് വെച്ചത്, അതിനകത്ത് അതിൽ 5 കേക്ക് പീസ് ആണ് എടുത്ത് കഴിച്ചിരിക്കണത്. കണ്ടോ? അയ്യോ ഞാൻ അതെ സത്യം കേട്ടോ, ഞാൻ ഒരെണ്ണമെങ്കിൽ എനിക്ക് അവിടെ വെക്കുന്ന കുറച്ചു നേരം നോക്കുന്നു എവിടെ അത് തീർത്ത് ഈ ആളാണോ ഇത്ര നേരമായിട്ട് ഭക്ഷണം കൺട്രോളിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കണേ. അപ്പൊ ഇന്ന് എന്തെങ്കിലും കോംപ്രമൈസ്? ഞാൻ പറഞ്ഞില്ല എല്ലാം ഞാൻ കഴിക്കും. 2017 കുറേ വർഷങ്ങൾക്ക് ശേഷം ജോമോള് മലയാള സിനിമയിൽ തിരിച്ചു വന്നപ്പോ അഭിനയിച്ച സിനിമയുടെ പേര് കെയർഫുൾ. ഈ റൗണ്ടിന്റെ പേരും കെയർഫുൾ എന്നാണ് കേട്ടോ. ആണോ? കെയർഫുൾ റൗണ്ട്. ഓ ഇനിയും ഒരു റൗണ്ട് കൂടി ഉണ്ടല്ലേ. റെഡി. നമ്പർ 1, ലൈഫിൽ ഏറ്റവും കെയർഫുൾ ആയി ജോമോൾ എടുത്ത ഡിസിഷൻ? കല്യാണം കഴിച്ചത്. വളരെ കെയർലെസ് ആയിട്ട് എടുത്തതോ? എല്ലാവരും പറഞ്ഞത് എന്നോട് വളരെ കെയർലെസ് ആയിട്ട് എടുത്ത ഡിസിഷനാണ് കല്യാണം കഴിച്ചതെന്ന്. ഇന്റർനെറ്റ് മാരേജ് ആണല്ലോ, ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു അത്. എല്ലാം ഫെൽ ഇൻ ടു ദ റൈറ്റ് കറക്റ്റ് പ്ലേസ്. അപ്പം ഞാൻ കെയർഫുൾ ആയിട്ട് ഞാൻ എടുത്ത ഡിസിഷൻ എന്റെ കല്യാണമായിരുന്നു. കെയർലെസ് ആയിട്ട് ഞാൻ എടുത്തു എന്ന് ബാക്കിയുള്ളവർ പറഞ്ഞത് എന്റെ കല്യാണമാണ്. സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ആക്ട്രസ് കെയർഫുൾ ആകേണ്ട 3 കാര്യങ്ങൾ. ഒരു പെണ്ണ് എന്തൊക്കെ രീതിയിൽ കെയർഫുൾ ആവണോ ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ എന്നല്ല, ഒരു എവിടെയാണെങ്കിലും ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒരു ആക്ട്രസ് കെയർഫുൾ ആവണം. നമ്മൾ ആക്ടേഴ്സ് എന്ന് വിചാരിക്കുമ്പോൾ ആളുകളുടെ വിചാരം നമുക്ക് ചുറ്റും ഒരുപാട് പരിവാരങ്ങൾ, ബോഡി ഗാർഡ്സും അങ്ങനെയാണ്. നമ്മൾ വേറൊരു അല്ല, നിങ്ങളെ പോലെ തന്നെ നമ്മളും രാവിലെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്ത്, വീട്ടിലുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു പ്രൊഫഷന് ഒരു പെണ്ണ് പോകുന്ന പോലെ തന്നെയാണ് ഒരു ആക്ട്രസും വീടിന് വെളിയിൽ വരുന്നത്. ബി കെയർഫുൾ എന്ന് ജോമോള് മനസ്സിൽ പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ നടക്കുമ്പോൾ ഐ കീപ് ഫാളിങ് ഡൗൺ. എവിടെയെങ്കിലുമൊക്കെ തട്ടും. അതുപോലെ എനിക്ക് ഭയങ്കര സ്പീഡാണ് എല്ലാ കാര്യത്തിനും. എന്നെ വെപ്രാളം എന്നാണ് എല്ലാവരും വിളിക്കുക. അപ്പം നോ, വെപ്രാളപ്പെടരുത്. ബ്രീത്ത് ഇൻ, ടേക്ക് ഇറ്റ് സ്ലോലി. ഇഷ്ടം പോലെ എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, നിനക്ക് സേഫ്റ്റി ഷൂസും ഹെൽമെറ്റും തന്നിട്ട് വേണം രാവിലെ നീ കിടക്കുന്ന എഴുന്നേക്കാൻ. ഞാൻ എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഡ്രൈവ് ചെയ്യാറുള്ളൂ. കാരണം നമുക്കറിയില്ല, നമ്മൾ കെയർഫുൾ ആയാലും നമ്മൾ എതിരെ വരുന്ന ആളുകളോ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ നമുക്ക് സംഭവിക്കാം. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും നാമം ജപിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാറുള്ളൂ. ഒരു ആക്ട്രസ് കെയർഫുൾ ആയിരിക്കണമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സിറ്റുവേഷൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ഇൻസിഡന്റ് നടന്നല്ലോ ഒരു ആക്ട്രസിന്റെ. അപ്പോഴാണ് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റത്. നമ്മുടെയൊക്കെ വിചാരം, എല്ലാവരുടെയും വിചാരം പോലെ നമ്മുടെയൊക്കെ വിചാരം നമുക്കൊന്നും സംഭവിക്കില്ലെന്നല്ല. എനിവാണ് ഇപ്പൊ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ഫീലിംഗിലാണ് ഞാൻ വന്നിരിക്കുന്നത്. സെയിം വിത്ത് യു ശാലിനി. ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞപ്പോഴാണ് എല്ലാ രീതിയിലും എല്ലാവരെയും വാച്ച് ചെയ്തും എല്ലാവരും കെയർഫുൾ ആയിരിക്കണം. ആരും സേഫ് അല്ല. ഈ 3 പേരുടെ കാര്യത്തിൽ ഞാൻ എക്സ്ട്രാ കെയർഫുൾ ആണ്. എന്റെ ഹസ്ബൻഡ്, എന്റെ 2 മക്കൾ, എന്റെ ഫാമിലി എന്ന് പറയുന്നത് ഒന്നായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമോ? ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലാതെ പുറത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫൈൻ. ഇല്ല, എനിക്ക് ആകെപ്പാടെ എന്റെ ഫാമിലി, പിന്നെ 2 പേരെ കുറിച്ചുള്ള ഞാനും എന്റെ ആളും. റീ എൻട്രി, ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ള റീ എൻട്രി എന്റെ ഒരു വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. യെസ് ഓർ നോ? അല്ല, റാൻഡംലി ഇതാണ്. ഇറ്റ്സ് ജസ്റ്റ് റാൻഡം ആൻഡ് ഇറ്റ് വാസ് ലക്ക്. വികെപിയുടെ സിനിമ കെയർഫുൾ ചൂസ് ചെയ്യാനായിട്ട് ജോമോളുടെ 3 റീസൺസ്. വികെപി. ഈ ജോമോളെ 1989 സിനിമയിൽ വന്ന ആളാണ്, ഒരു വടക്കൻ വീരഗാഥയിലൂടെ. പക്ഷെ അത് ഞാൻ ഇവിടെ എടുക്കുന്നില്ല, കാരണം ബോധമില്ലാത്ത പ്രായത്തിൽ വന്നാണല്ലോ. അതെ, ബോധമില്ല. അപ്പൊ ബോധമുള്ള പ്രായത്തിൽ വന്നപ്പോ അതെപ്പോഴായിരുന്നു? 1997 ജാനകുട്ടി ഇറങ്ങിയ സമയത്ത്. ആ ഒരു സ്ട്രെച്ചില് ചെയ്ത സിനിമകള് ശരിക്കും കമേഴ്ഷ്യൽ മൂവീസും ആർട്ട് മൂവീസും ബാലൻസ് ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നു പെട്ടതാണോ? അല്ലാണ്ട് ഡെലിബറേറ്റ്ലി ചെയ്തല്ല. അല്ലല്ല, വന്നു പെട്ടതാ. ഇപ്പോഴാണ് അങ്ങനെ ഒരു ചോയ്സ് വരുന്നെങ്കിലോ ഏതാ കൂടുതൽ സെലക്ട് ചെയ്യാം? കഥ കേൾക്കും. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ചെയ്യും. ഞാൻ ആയിരിക്കണം ത്രൂ ഔട്ട്, ഞാൻ ആയിരിക്കണം മെയിൻ ആയിട്ട്. അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ വാശി പിടിക്കാൻ മാത്രമുള്ള ഒരു ആളല്ല ഞാൻ. പക്ഷെ എന്തായാലും ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയും. അത് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അത് ബി ഇറ്റ് കമേഴ്ഷ്യൽ ഓർ ബി ഇറ്റ് ആർട്ട്. ഇപ്പൊ ഈ തേർഡ് എൻട്രി വന്നു കഴിഞ്ഞപ്പോ ഇഷ്ടം പോലെ സംവിധായകർ പുതിയത് വന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് പേരും ഇഷ്ടം പോലെ സിനിമ കാണുന്ന ആളാണ് ജോമോളെന്നും പറഞ്ഞു. അപ്പൊ ഇപ്പൊ ചിലർ മേക്കിംഗ് കാണുമ്പോൾ നമുക്ക് അറിയാലോ, ഈ പടത്തിൽ അഭിനയിച്ചാൽ കൊള്ളാം. അങ്ങനെ ചില ആൾക്കാരുടെ പടത്തിൽ അഭിനയിക്കണം എന്നുണ്ടോ ചില സംവിധായകരുടെ? ഇല്ല, ആഗ്രഹം ഇല്ലെന്നല്ലോ കേട്ടോ. ഞാൻ അങ്ങനെ ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, വരുന്നത് എന്താ അത് ചെയ്യാന്നല്ലാതെ ഇന്ന സിനിമ ചെയ്യണം, ഇന്ന ആളുടെ കൂടെ ചെയ്യണം അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ഇൻഡസ്ട്രിയിൽ തന്നെ നിന്ന് ഞാൻ പോയേനെ പണ്ടും. എന്നാലും ഈ അടുത്ത് കണ്ട സിനിമകളിലൊക്കെ ഇയാളുടെ മേക്കിംഗ് കൊള്ളാലോ ഒന്നും തോന്നിയത് ആരുടെയാ? ടേക്ക് ഓഫ്, മഹേഷ് നാരായണൻ. എനിക്ക് ഇഷ്ടമായി. പിന്നെ ഓഫ് കോഴ്സ് വികിപിയുടെ മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം വികിപിയുടെ മൂവിയിൽ എല്ലാവരും കാണാൻ നല്ല കളർഫുൾ. അത് വികിപി 2 ക്യാമറ വെച്ചിട്ട് എടുക്കാം. അപ്പൊ ഞാൻ ചോദിക്കും, വികിപി 2 ക്യാമറ ഇതിൽ കൊള്ളില്ലെങ്കിലും മറ്റേതിലെങ്കിലും കൊള്ളുമല്ലോ എന്നാണ് വികിപിയുടെ വാദം. എനിക്ക് വികിപിയുടെ ടേക്കിങ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും കാണാൻ നല്ല ഭംഗിയാണ്, നല്ല സുന്ദരന്മാര് സുന്ദരികളായിരുന്നു. എന്ന് വെച്ചാൽ അതിൽ അഭിനയിച്ചവരെ മോശം എന്നല്ല. പക്ഷെ അല്ല, അത് ഇനിയിപ്പോ അങ്ങനെ ആളുകൾ വിചാരിച്ചാലേ നമുക്ക് ഇൻഡസ്ട്രിയിൽ
എന്താ നാക്ക് പഴക്കണെന്ന് പറയാൻ അതെ, അത് ഏത് രീതിയിലാണ് പിന്നെ ട്രോള് വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പേടിയുണ്ടോ? ഇതുവരെ ട്രോൾ ചെയ്തിട്ടില്ല കേട്ടോ. ദൈവം സഹായിച്ച് ഇതുവരെ വന്നിട്ടില്ല. ദൈവം സഹായിച്ച് ഇനി ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പൊ അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നതും പറഞ്ഞു വരുന്നതും വേറെ അതാണ്. അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ആലോചിക്കണം എന്താ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ജോമോള് മലയാള സിനിമയിൽ നിന്ന് മുങ്ങിയ ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും അല്ല ഇപ്പൊ സിനിമയില് മുഖ്യധാരയിൽ ഇരിക്കുന്നത് അല്ലേ? എല്ലാരും പുതിയ ആൾക്കാർ, ഇവൻ നായകന്മാര്, നായികമാര്, സഹതാരങ്ങള്, ഡയറക്ടേഴ്സ്, നിർമ്മാതാക്കൾ എല്ലാവരും മാറി, ഇൻഡസ്ട്രിയെ മാറി. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, ഇപ്പോഴത്തെ ഫേവറേറ്റ്സ് ആരൊക്കെയാ? ദുൽഖർ, പിന്നെ ഫഹദ് ഫാസിലിന്റെ ടേക്ക് ഓഫിൽ ഭയങ്കര ഇഷ്ടമായി. അല്ലെ ഇഷ്ടമല്ല? അല്ലെങ്കിൽ ഇഷ്ടമാണ്, പണ്ട് ഇഷ്ടമായിരുന്നു. പിന്നെ ചാക്കോച്ചനൊക്കെ നമ്മളുള്ളപ്പോഴും എവർഗ്രീൻ അല്ലേ, കൂട്ടിയിട്ടില്ല. അതപ്പോ ആ ഒരു സെക്ഷനെ അങ്ങ് വിട്ടേക്ക്. ഞാൻ പറഞ്ഞ ഇപ്പൊ വന്നല്ലേ ദുൽഖർ. പിന്നെ ആക്ട്രസില് പാർവതി ഓഫ് കോഴ്സ്. അനു സിത്താരെ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഒരു ഇന്നസെന്റ് ഫേസ് ആണ്. പിന്നെ അനു സിത്താര എന്ത് എക്സ്പ്രഷൻ കാണിച്ചാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സഹതാരങ്ങളിലോ? സൈജു കുരബ്, ശ്രീജിത്ത് രവി, ക്രിസ്പിൻ. ക്രിസ്പിൻ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഹരീഷ് കോഴിക്കോട്ടുകാരൻ. അതെ, ഹരീഷ്. രക്ഷാധികാരി ബൈജു കണ്ട്, എനിക്കത് കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ കവിളിങ്ങനെ ഇങ്ങനെ പിടിക്കാൻ തോന്നി. അപ്പൊ ഞാൻ ജൻസനോട് പറഞ്ഞു, ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ കാണുമ്പോണ്ടല്ലോ സത്യമായിട്ട് ഞാനിങ്ങനെ കവിൾ ഭയങ്കര ക്യൂട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എനിക്ക് അങ്ങനെ ആരെ പേരെടുത്ത് പറയണം എന്നറിയില്ല. ഞാൻ പറഞ്ഞ സൗബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിലായില്ല. ക്രിസ്പിൻ, എന്റെ മക്കൾ പോലും അങ്ങനെ നമ്മ ക്രിസ്പി. പിന്നെ ഗിരിരാജൻ കോഴി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷറഫുദ്ദീൻ. അതെ, ഷറഫുദ്ദീൻ. പിന്നെ അജു വർഗീസ്. ഞാൻ പറഞ്ഞില്ല എല്ലാവരും പവർ ഹൗസ് ഓഫ് ടാലന്റ് ആണ്. ചുരുക്കത്തിൽ പഴയ പോലെയല്ല, നല്ലോണം പണിയെടുക്കണം ഇനിയുള്ളേ. അതാണ്, നീ നല്ലോണം പണിയെടുക്കണം. അതെ, സ്വന്തം പേര് അത്ര ഇഷ്ടമല്ല അല്ലെ ഈ ജോമോൾ എന്നുള്ളത്? ഇല്ല, ഈ മോൾ എന്നുള്ള അറ്റത്തുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ എന്റെ അടുത്ത് പണ്ട് എന്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ പിള്ളേരൊക്കെ പറയും, നിന്റെ പേരൻസിന് നീ 10-70 അമ്മൂമ്മയായപ്പോലും നിന്നെ മോളേന്ന് വിളിക്കാനുള്ളത് കൊണ്ടായിരിക്കും നിന്നെ മോളേന്ന് വിളിക്കണമെന്ന് പറയും. അതുകൊണ്ട് എനിക്ക് മോളെന്ന് അറ്റത്ത് വരുമ്പോ എനിക്കെന്തോ ഇഷ്ടമല്ല. അതുകൊണ്ട് എല്ലാവരും എന്നെ ജോ എന്നായിരുന്നു വിളിച്ചു. എന്താ പരിചയപ്പെടുത്താ സ്വന്തമായിട്ട്? ഇപ്പാണെങ്കിൽ ഗൗരി, പണ്ടാണെങ്കിൽ ജോ. അത് അവർക്കും അറിയാട്ടോ. ഈ ജോ മോൾ, ഞാൻ പറയും മോളെ വിളിക്കല്ല. ഞാൻ പറഞ്ഞു VKP, ഇപ്പോഴും ജോ മോൾ. ഞാൻ പറഞ്ഞു VKP പ്ലീസ് ആ മോള് മാറ്റി ജോ എന്ന് വിളിച്ചോ, ഗൗരിന്ന് വിളിക്കണ്ട വിട്ടോ. പക്ഷെ മോള് മാറ്റി ആ ജോ എന്ന് വിളിക്കണേ പ്ലീസ്. അനിയന്റെ പേര് ജോമോൻ അല്ലേ? ജോമോൻ. അവനെയും ജോ എന്നാന്ന് തോന്നുന്നു. അത് വിളിക്കുന്ന ടോൺ അനുസരിച്ച് അറിയും മോനെയാണോ മോളെയാണോ വിളിക്കണം. എന്താ ടോൺ? എന്നെ വിളിക്കുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വിളിക്കും, അവനെ വിളിക്കുമ്പോൾ കുറച്ചുകൂടെ ഹാർഡ് ആയിട്ട്. പണ്ട് അങ്ങനെയായിരുന്നു. അപ്പം മനസ്സിലാവും ആരെ വിളിക്കുന്നത്. ഗൗരി എന്ന് പറഞ്ഞ പേര് സെലക്ട് ചെയ്തപ്പോഴേ അത് സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത പേരാണ് ഗൗരി. ചന്ദ്രശേഖർ ആണല്ലോ ഹസ്ബൻഡിന്റെ പേര്, ചന്ദ്രശേഖർ ശിവന്റെ. അപ്പം പാർവതിയുടെ സിനോണിംസ് ഇടാൻ അപ്പൊ പാർവതി, ഗായത്രി, അങ്ങനെയൊക്കെ കുറെ പേരുകൾ തന്നു. എനിക്ക് അതിനകത്ത് ഗൗരി ആയിരുന്നു ഇഷ്ടപ്പെട്ട. അങ്ങനെ ഞാൻ ഗൗരി ചൂസ് ചെയ്തു. ഇപ്പൊ ഒഫീഷ്യലി പേര് മാറ്റി ഗൗരി എന്നാണ്. ഗൗരി പിള്ളേ. അപ്പൊ ഈ സ്വന്തം പേര് ഇത്രയും ഇഷ്ടമില്ലാതിരുന്ന ആള്, അതായത് ജോമോൾ എന്ന് പറഞ്ഞ പേര് ഇഷ്ടമില്ലാതിരുന്ന ആള് സിനിമയിലോട്ട് വന്നപ്പോ എന്താ പറയുക, പേര് മാറ്റായിരുന്നില്ലേ? ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ? ആരും സമ്മതിച്ചില്ല. പറഞ്ഞിരുന്നോ? ആരും സമ്മതിച്ചില്ല. ആരും സമ്മതിച്ചില്ല? വീട്ടിലൊന്നല്ല, മൊത്തത്തിൽ ആരും സമ്മതിച്ചില്ല. അതുകൊണ്ടല്ലേ പിന്നെ ഞാൻ ജോന്നാക്കി എല്ലാരെ കൊണ്ട് വിളിപ്പിച്ച്. ഇൻഡസ്ട്രിയിൽ എല്ലാരും ജോന്നാ വിളിക്കുക. ജോന്നല്ല, ജോ മോൾ തന്നെ എപ്പോഴും വിളിക്കും. എനിക്ക് ആ കേൾക്കും എന്നെ വിളിക്കുന്നത്. ഞാൻ പറയും ജോന്ന് വിളിക്കാൻ പറയും. അപ്പൊ അതുകൊണ്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആ പേര് വിളിക്കും. ജോ മോളേന്ന് വിളിക്കാം. പറയും പ്ലീസ് എന്നെ. അപ്പൊ ഞാൻ ചിലപ്പോൾ റിപ്ലൈ പോലും ചെയ്യില്ല. അങ്ങനെ കേൾക്കും. എനിക്ക് എന്നെ വിളിക്കല്ലേ പ്ലീസ് ജോ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ അനൗൺസ് ചെയ്യുമ്പോൾ അത് ചെന്ന് വാങ്ങിക്കാൻ ചെന്നപ്പോഴും ഇങ്ങനെയല്ലേ ജോ മോൾ തന്നെയല്ലേ? പക്ഷെ അവര് നോർത്ത് ഇന്ത്യൻസ് അനൗൺസ് ചെയ്യുമ്പോൾ വേറെ സ്റ്റൈൽ മാറുമല്ലോ. അപ്പൊ പിന്നെ ഇത്ര വൃത്തിയാടില്ല. ഒരാളുടെ പേര് വെച്ചിട്ട് നമുക്ക് ആ ആളുടെ പ്രായം ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ പേര് വെബ് ചാറ്റിംഗിലൂടെയാണല്ലോ നിങ്ങൾ പേരല്ലേ? ഞാൻ പറഞ്ഞില്ല, എന്നാലും അതാണല്ലോ മനസ്സിൽ ഉദ്ദേശിച്ചത്. പേര് ആദ്യം കേട്ടപ്പോ അങ്ങനെയാണ് വിചാരിച്ചത്. ചന്ദ്രശേഖർ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരിക്കലും ഏജ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളിയുടെ സംസാരവും ഒക്കെ അപ്പൊ അന്നേ തന്നെ ഞാൻ അങ്ങ് ഗസ് ചെയ്തു അന്ന് പുള്ളിക്ക് 35 വയസ്സായി എന്നുള്ള. പുള്ളി എന്ത് കാര്യം തുറന്നു പറയുമ്പോൾ അതിനുള്ള ഒരു അഡ്വൈസ് ഒക്കെ തരുമ്പോൾ നമ്മുടെ വിചാരം ഒരുപാട് പ്രായമുള്ള ഒരാളാണ്. പുള്ളി അത് കറക്റ്റ് ചെയ്യാനും നിന്നിട്ടില്ല. പഴഞ്ചൻ അതെ, പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് പ്രായമുള്ള. ഞാൻ അമ്മയുടെ ചോദിച്ചിട്ടുണ്ട് ചന്ദ്രശേഖർ എന്ന പേര്. അപ്പൊ അമ്മ പറഞ്ഞു ടുട്ടു പിട്ടു എന്നൊക്കെ ഉള്ള പേരിടുമ്പോഴും അങ്ങനത്തെ പേരിട്ടാല് എങ്ങനെ ഒരു വലിയൊരു ഓഫീസിൽ ജോലി ചെയ്യുമ്പം ടുട്ടു ഇങ്ങനെ അച്ഛന്റെ പേരിന്റെ ആദ്യവും അമ്മയുടെ പേരുടെ ആദ്യവും വെച്ചിട്ട് അങ്ങനെ ചിലപ്പോൾ ടുട്ടു പിട്ടു എന്നൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനത്തെ പേരൊക്കെ വരുമ്പോൾ വലിയൊരു ഓഫീസിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ അവർക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും? മിസ്റ്റർ ടുട്ടു എന്നൊക്കെ വിളിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ ഓൾവേസ് ഒരു ഗാംഭീര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇട്ട പേരാണ്. പക്ഷെ ചന്തു എന്നാണ് എല്ലാരും വിളിച്ചോണ്ടിരുന്നത്. അങ്ങനെയാണ് ചന്ദ്രശേഖർ വന്നത്. എന്താ വിളിക്കുക? ജോമോൾ എന്താ വിളിക്കുക? ചന്തുചേട്ടൻ. ചന്തു
ചേട്ടൻ. എനിക്ക് നാണാവണോ? എനിക്ക് നാണാവണോ? എന്നോട് ഇങ്ങനെ ഞാൻ വിളിക്കുമ്പോ അങ്ങ് ഫ്ലോർ ചാൻസേട്ടാ എന്ന് വിളിച്ചോണ്ടിരിക്കും. പക്ഷെ എന്നോട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കഴിയുമ്പോൾ എനിക്ക് നാണാവും. അത് കാണുന്നുണ്ട് നന്നായി റേഡിയോ കൂടെ ആളെ കാണാത്ത. പക്ഷെ എന്നാലും എന്റെ അതാ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും മനസ്സിലാവും ഞാനിപ്പോ ചിരിക്കുകയാണോ നാണിക്കുകയാണോ എന്നൊക്കെ ഉള്ള എല്ലാവർക്കും മനസ്സിലാവും. സിനിമയിൽ വരുന്നതിന് മുന്നേ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? എത്ര വർഷം പഠിച്ചു? 3 വയസ്സിൽ തുടങ്ങിയതാ ഡാൻസ്, 97 വരെ. അപ്പം അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഗ്യാപ്പ് ബ്രേക്ക് എല്ലാം ആയി. എന്താ പഠിച്ചത്? ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് സൂര്യകൃഷ്ണമൂർത്തി സാർ ഇടയ്ക്ക് പ്രോഗ്രാമിന് വിളിക്കുകയായിരുന്നു. ഞാൻ ബോംബെയിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് സാർ തന്നെയാണ് അവിടെ ട്രിവാൻഡ്രത്ത് മൈഥിലി ടീച്ചറിന്റെ അടുത്ത് എന്റെ അടുത്ത് പറഞ്ഞു പോയി പഠിക്കാൻ. അങ്ങനെ ടീച്ചറുടെ അടുത്ത് പഠിച്ചു. പിന്നെ എന്നെ ഷിഫ്റ്റ് ചെയ്തല്ലോ. അപ്പൊ പിന്നെ അതങ്ങ് നിന്നു. ഇവിടെ ടീച്ചറെ കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ? ഇല്ല, ഇവിടെ ഇപ്പൊ മക്കൾ സ്റ്റാർട്ട് ചെയ്തു. ഉള്ളിൽ ഇങ്ങനെ കലാകാരി ഉറങ്ങിക്കിടക്കുന്നോണ്ടാണോ പിന്നെ ഇടക്കാലത്ത് സീരിയലിലും റിയാലിറ്റി ഷോ ജഡ്ജായിട്ടും ഒക്കെ വന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഇതിലാണോ? എനിക്കറിയാവുന്ന ഒരു ഫീൽഡ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നില്ല. എനിക്കറിയാവുന്നതും കുറച്ചു പേർക്ക് എന്നെ അറിയാവുന്നതുമായിട്ടുള്ള ഒരേ ഒരു ഇൻഡസ്ട്രി ഇതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തേ ഉള്ളൂ. അല്ലാതെ കലാകാരി ഉറങ്ങിക്കിടക്കുന്നതൊക്കെ വീട്ടില് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇടയ്ക്ക് എന്തെങ്കിലും പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഡാൻസ് ചെയ്യുന്ന വരെ എന്റെ ഹസ്ബൻഡ് കണ്ടിട്ടില്ല ഞാൻ ഡാൻസ് ചെയ്യുന്നത്. ഇതുവരെ സ്റ്റേജില് സൂര്യകൃഷ്ണമൂർത്തി സാറിന്റെ പ്രോഗ്രാമിന് അന്ന് ഞാനും അമ്മയും മോളും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. റിഹേഴ്സലിനെല്ലാം. പ്രോഗ്രാമിന് അന്ന് വൈകുന്നേരം അതേ ആള് നിൽക്കുന്നു. ബോംബെയിലായിരുന്നു. ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് ചന്ദുവിന് എപ്പോഴും മക്കളെടുത്ത് ഈ അമ്മ ഒന്നും ഇതുവരെ ഡാൻസ് കളിച്ച് കാണിച്ചിട്ടില്ല. ഈ അമ്മ ഇതുവരെ ഒന്നും ചെയ്ത് എന്റെ മുന്നിൽ ഒന്നും ചെയ്ത് കാണിക്കാറില്ല, എന്നെ കളിച്ച് കാണിക്കാറില്ല. അത് ചന്ദുവിന്റെ ഒരു വലിയ കംപ്ലൈന്റ് ആയിരുന്നു. അന്ന് മാത്രമേ കണ്ടിട്ടില്ല, അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല. സാധാരണ സിനിമയിൽ നിന്ന് ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങും അല്ലേ? എനിക്ക് എന്നെ കൊണ്ട് അതിനും കൊള്ളില്ല. ഞാൻ ചോദിക്കാൻ പോരുന്നത് എന്തേ അതുപോലെ എന്നെ കൊണ്ട് അതിനും കൊള്ളില്ല. അതല്ലേ പ്രശ്നം. ചന്തു ഓരോന്ന് പറയും, നീ അത് തുടങ്ങ, നീ ഇത് തുടങ്ങും, ഇത് ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഇല്ലേ. അപ്പൊ ഞാൻ അതിന് വലിയ ന്യായങ്ങളൊക്കെ കൊണ്ടുവരും. അങ്ങനെ തുടങ്ങണമായിരുന്നെങ്കിൽ ചന്ദ്രേട്ടാ ഞാൻ ആദ്യമേ ആ ഒരു ലെവലിൽ അങ്ങനെ ആലോചിച്ച് പഠിക്കണമായിരുന്നു ചന്ദ്രേട്ടാ. ഞാൻ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഞാൻ ഡാൻസ് സ്കൂളിൽ പണ്ട് വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് പോയി പഠിച്ചു. പിന്നെ എപ്പോഴും ഒരിക്കലാണ് ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ റൂൾസും റെഗുലേഷൻസും അതിന്റെ ചിട്ടകളൊന്നും എനിക്ക് അങ്ങനെ ഒരു ന്യായങ്ങൾ പറയും ചുരുക്കത്തില്ല. സത്യം എന്നോട് പറയാം, നിന്നെ വെച്ചിട്ട് ബുക്ക് ഓഫ് എക്സ്ക്യൂസസ് അത് നിനക്ക് പറ്റും. ചന്ത എപ്പോഴും പറയണം ബുക്ക് ഓഫ് എക്സ്ക്യൂസ്. നിനക്ക് അത് അച്ചടിച്ചിറക്കുക. എന്ത് കാര്യം പറഞ്ഞാലും അതെങ്ങനെ ചെയ്യാതിരിക്കാം എന്ന് നീ എക്സ്ക്യൂസ് ന്യായം കണ്ടുപിടിക്കും. അതാണ് ഞാൻ. അപ്പൊ തിരിച്ച് വീണ്ടും ഫീൽഡിലേക്ക് വന്നപ്പോ സത്യം പറയൂ, സ്വന്തം ഇൻട്രസ്റ്റിലാണോ വന്നത് അത് ആരെങ്കിലും ഉന്തി തള്ളി വിട്ടാണോ? അല്ല, ആരുടെ സംസാരിച്ചില്ല. അന്ന് വിളിച്ചപ്പോ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു വിക്കിപി ഞാൻ റെഡി, ഞാനുണ്ട്. ആരോടും ഇല്ല, കാരണം എനിക്കറിയാം വീട്ടിൽ സമ്മതിക്കും. അത് BKPയുടെ മൂവി. ഇവർ ഓൾവേസ് സപ്പോർട്ടീവ്. എനിക്ക് എന്ത് ചെയ്യണോ അതിനുള്ള ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്, അതിനുള്ള സപ്പോർട്ടും ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വീട്ടിലെ കാര്യം, മക്കളുടെ കാര്യം, എല്ലാ കാര്യവും അല്ലാതെ ഒന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ എന്ന് പറയണം. അപ്പൊ ഞാൻ എന്ത് ചെയ്താലും ദി വെരി ഹാപ്പി. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ നേരെ വന്നിട്ട് അമ്മയും ചന്ദ്രനെ വേഗം വിളിച്ചു. ഇങ്ങനെ വിക്കിപി വിളിച്ചു. ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പടം ചെയ്യാം. സോ ഹാപ്പി ബിക്കോസ് ഇത്ര കൊല്ലത്തിനിടയ്ക്ക് ആരും ഒരു മൂവിയുടെ കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇത്രയും ഗ്യാപ്പിന് ശേഷം VKP പോലൊരു ഡയറക്ടർ വിളിച്ചിട്ട് ചെയ്യൂ എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. നിർബന്ധം ഉണ്ടായിരുന്നോ? ഇപ്പം ഫാമിലിയൊക്കെ ആയതുകൊണ്ട് നാട്ടില് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തൊക്കെയാണ് ഷൂട്ടിംഗ് എങ്കിലേ വരുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ അങ്ങനെ നിർബന്ധം പിടിക്കാൻ ആരുമല്ല. ഇപ്പൊ VKP എവിടെ ഷൂട്ട് എന്ന് ചോദിച്ചു. എറണാകുളത്ത് തന്നെ. ഞാൻ പറഞ്ഞു വെരി ഗുഡ്. അപ്പൊ അത് വേറെ സ്ഥലത്താണെങ്കിലും നമ്മൾ ചിലപ്പോൾ ചെയ്തേനെ. കാരണം അതിനുള്ള സപ്പോർട്ട് എനിക്ക് വീട്ടിൽ നിന്ന് തന്നേനെ. അതിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, എന്റെ എക്സാം ഡിസംബറിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എൻട്രൻസ് എഴുതുന്നു ഞാൻ പറഞ്ഞല്ലോ. അത് നമ്മൾ എടുത്തെടുത്ത് ചോദിക്കണ്ടല്ലോ. ആ ഒരു എക്സാമിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ വിക്കിപി എനിക്കൊരു എക്സാം ഉണ്ട് ഡിസംബറിൽ, അത് മാത്രം. അതിനെന്താ നമ്മൾ ജാനുവരിയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ പിന്നെ അതും മാറിക്കിട്ടും. ഇനി ഈ റൗണ്ടിന്റെ പേര് പാഞ്ച് കാ പഞ്ച് എന്നാണ്. ഓക്കെ. ഇതിൽ ഞാൻ 5 വാക്കുകൾ പറയും. ഈ വാക്കുകൾ പറയുമ്പോൾ ആദ്യം എന്താണോ മനസ്സിൽ വരുന്നത് അതങ്ങോട്ട് പറഞ്ഞാൽ മതി. റിസ്ക്, ആക്സിഡന്റ് എന്റെ മനസ്സിൽ എപ്പോഴും വരുന്നതാണ്. കണ്ടിട്ടുണ്ടോ വല്ല ആക്സിഡന്റ്സും? ആക്സിഡന്റ് ആയി കിടക്കുന്ന കണ്ടിട്ടുണ്ട്, ആക്സിഡന്റ് കണ്ടിട്ടില്ല. ജോമോൾ വളരെ സേഫ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ആളാ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ചില സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞ റാഷാണ്. ആളുടെ അടുത്താണ് ചോദിച്ചത്. അതെ, ഞാൻ പക്ഷെ എന്റെ വിചാരം ഞാൻ ഭയങ്കര സേഫ് ഡ്രൈവറാണ്. കുട്ടികൾക്ക് ആരുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടം? രണ്ടുപേരുടെയും കൂടെ ഇരിക്കാൻ ഇഷ്ടമാണ്. കള്ളി എന്ന് പറയുമ്പോൾ ആരുടെങ്കിലും മുഖം ഓർമ്മ വന്നോ? കള്ളി എന്ന് പറഞ്ഞിട്ട് സിറ്റുവേഷൻ എനിക്ക് ഓർമ്മയുണ്ട്. അതൊരു ഞാൻ ചെയ്ത ഒരു സീരിയലിന്റെ സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. ഒരാൾ കള്ളത്തരം പറഞ്ഞു വയ്യാതെയായി എന്നൊക്കെ പറഞ്ഞൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. അത് അത്രയും വലിയൊരു ഇഷ്യൂ ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അത് കവറപ്പ് ചെയ്യാൻ എനിക്ക് വയ്യ. നമ്മളെപ്പോഴും പറയില്ല നമ്മുടെ ഹെൽത്തിനെ നമ്മളൊരു വി വിൽ ബ്രിങ് ഫോർവേഡ് ആ ഒരു റീസൺ പറഞ്ഞു വന്നപ്പം എന്താ പറയാ, ഇപ്പൊ എനിക്ക് തലവേദന എടുക്കണമെന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിലും അത് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ അടുത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാവും എനിക്ക് തലവേദനയാണ്. അപ്പൊ ഞാൻ തലവേദന എന്ന് പറഞ്ഞ കള്ളം പറഞ്ഞിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാനേ മറന്നു
മറന്നു ഞാൻ എന്താ കള്ളം പറഞ്ഞു. അപ്പം നമ്മൾ പിന്നെ ചിരിച്ചു വർത്താനം പറയുമ്പോൾ എന്താ മനസ്സിലായി, തലവേദന ഇല്ലല്ലോ നമുക്ക് തോന്നില്ല. അതുപോലെ വയ്യാന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കാര്യം പറഞ്ഞാൽ എനിക്ക് ഇന്നത് കൊണ്ട് വയ്യ, നമ്മളെല്ലാവരും ഇന്നത് കൊണ്ട് വയ്യ എന്നുള്ളത് കൊണ്ട് നമുക്ക് അതൊക്കെ എക്സ്പെക്ട് ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ പറഞ്ഞ ആളെയല്ല മറന്നുപോയി. അപ്പം ഓട്ടോമാറ്റിക്കലി നല്ല കൂളായിട്ട് നടന്നു പോകണം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു വയ്യല്ലോ എന്നല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ വീണ്ടും വയ്യാഴിക്ക് അഭിനയിച്ചപ്പം ഡയറക്ടർ കൈയോടെ പിടിച്ചു. സെറ്റ് മൊത്തം ചളമായതും ഒരു ഇൻസിഡന്റ് ആയിരുന്നു. അങ്ങനെ അപ്പൊ എനിക്ക് കള്ളത്തരം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതാണ് ഓർമ്മ വരാം. ആള് മാറിപ്പോവാ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഹസ്ബൻഡ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് രൂപമൊക്കെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? പുള്ളി പറഞ്ഞിരുന്നു പുള്ളി കറുത്തിട്ട് 5 അടി 5 ഇഞ്ചോ കൊടവയറ് കഷണ്ടി പല്ല് കുറച്ച് കുന്തിയ ഒരാളാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ എന്റെ കോളേജിൽ പുള്ളി ആദ്യം കാണാൻ വരുമ്പോൾ ഞാൻ അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. എന്നുവെച്ചാൽ ഇഷ്ടപ്പെട്ടു പോയി, ആളെ എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. അപ്പം അങ്ങനെ ഒരാളെയാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ നേരെ മറിച്ച് വന്നപ്പം 5 അടി 11 ഇഞ്ച് ലീൻ ആൻഡ് ടോൾ മീശയൊന്നും ഇല്ലാത്ത ഒരു സുന്ദരൻ. അതെ, ഞങ്ങൾ അങ്ങനെ മ്യൂച്വൽ അഡ്മയർ ചെയ്യുന്ന ആളുകളാണ്. അപ്പം എന്റെ അടുത്തൊന്ന് ഹായ് പറഞ്ഞു. അപ്പൊ ഞാൻ വേറെ ഏതോ ഒരാളാണെന്നുള്ള രീതിയിലാണ് ഞാൻ ഹായ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയി. പക്ഷെ സത്യത്തിൽ അന്ന് ഞാൻ ആലോചിച്ചിരുന്നു, ഞാൻ സ്നേഹിച്ച ആൾ ഇതായിരുന്നെങ്കിൽ. ആണെന്നറിഞ്ഞപ്പോ നമുക്ക് ലോട്ടറി അടിച്ച ഫീലല്ലേ, ക്ലൗഡ് 9 ഓഫ് കോഴ്സ്. അപ്പം ഇതായിരുന്നെങ്കിലോ എന്ന് മനസ്സിലാവും. പക്ഷെ ഞാൻ ആലോചിക്കുകയും ചെയ്തു, ദൈവമേ അങ്ങനെ ആലോചിക്കണ തെറ്റാണ്. പക്ഷെ എന്നാലും അങ്ങനെയാണ്. അപ്പൊ ആള് മാറിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിരുന്ന ഒരു സമയം. പ്രാർത്ഥന കേട്ട പോലെ അതുപോലെ തന്നെ ഒരു അരമണിക്കൂറിനകം അതെല്ലാം സംഭവിച്ചു. എനിക്ക് നട്ടലില്ലാത്ത ആണുങ്ങളെ കാണുമ്പോ, പേരെടുത്ത് പറയാൻ പറ്റില്ല, വേണ്ട കാര്യം പറഞ്ഞാൽ മതി. അല്ല, നട്ടലില്ലാത്ത ആണുങ്ങളെ കാണുമ്പോ ഉണ്ടല്ലോ, നമുക്കറിയാലോ ചില കാര്യങ്ങൾ. കുറച്ചുപേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇൻഡസ്ട്രിയുടെ അകത്തും ഇൻഡസ്ട്രിയുടെ പുറത്തും. പക്ഷെ അത് പുറത്തുള്ള ആളുടെ പേര് പറഞ്ഞാലും എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് പേര് എനിക്ക് പലപ്പോഴും പറയാൻ പറ്റാം. ഐ എം വെരി സോറി. ഇത് കേൾക്കുന്ന എല്ലാവരും വിചാരിക്കും ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. പക്ഷെ എല്ലാവരുടെയൊക്കെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നാൽ മതി. എല്ലാവരുടെയും ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഞാൻ വാട്സാപ്പ് ചെയ്ത് തരാം എല്ലാവരുടെ ഫോട്ടോ. ശരി, വാട്സാപ്പ് എന്ന് പറയുമ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് ആണ് ഇപ്പൊ മനസ്സിൽ. യു ഹേറ്റ് ഓർ യു ലവ്? ഞാൻ ഒരുപാട് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ഇപ്പൊ ആകെപ്പാട് 2 ഗ്രൂപ്പേ ഉള്ളൂ. വിനീത് കുമാർ ഇവിടെ വന്നപ്പോ എന്റെ അടുത്ത് ആകെ കൂടി ഒരു നടിയെ കുറിച്ച് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ആ നടി ജോമോളാണ്. അയ്യോ ആണോ? അത് പറഞ്ഞൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ആള് ഭയങ്കര വികൃതി, ആള് ഭയങ്കര സ്മാർട്ടാ, ആള് ഭയങ്കര മെഡിക്ക, എങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ജോമോൾക്ക് ഭയങ്കര പക്വത വന്നു, സംസാരത്തിലൊക്കെ ഒരു പക്വതയുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ സമർത്ഥിക്കൂ. എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. മേ ബി പണ്ട് ഞാൻ ഒരുപാട് സംസാരിച്ചിരുന്നു. ഇപ്പൊ ഞാൻ കാണുമ്പം മാറ്റർ ഓഫ് ഫാക്ട് മാത്രമായിരിക്കും പറഞ്ഞു. ഈ ഒരു വ്യത്യാസം വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പണ്ട് എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ മറ്റുള്ളവരുടെ ഫീലിംഗ് ഒന്നും നോക്കാതെ ഒക്കെ വർത്താനം പറയണ ഒരു ഇതാണ് എന്ന് തോന്നി. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ പ്രായമായി നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ എന്ത് നമ്മൾ പറയണം, എന്റെ ഒരു ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയാം. അത് ഹേർട്ട് ചെയ്യുന്നതാണെങ്കിൽ പറയാതിരിക്കുക, കള്ളത്തരം പറയാം. അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക. എന്നാൽ മറ്റുള്ളവർക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ അത് പറയാം. അതുകൊണ്ടായിരിക്കും എനിക്ക് മെച്യൂരിറ്റി. ഇനിയിപ്പോ ഞാൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ അല്ലേ. എല്ലാരും പറഞ്ഞു തുടങ്ങി. ഞാൻ ഭയങ്കര മെച്യൂർഡ്. ഞാൻ അവരോടൊക്കെ എങ്ങനെയാ സംസാരിച്ചത് എനിക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് അവർ മെച്യൂർഡ് ആയെന്ന് തോന്നുന്നു. ഇനി അത് കീപ്പപ്പ് ചെയ്യണ്ടേ? ഇപ്പൊ എങ്ങനെയാ ഉള്ള പോലൊക്കെ പറയൂ. ഇപ്പൊ നമ്മൾ സംസാരിച്ചില്ലേ, ദിസ് ഈസ് വാട്ട് ഐ ആം. ശരി, ഈ ഇത്രയും നേരം ഈ ഒരു 4 മണിക്കൂർ സ്പോട്ട് ലൈറ്റിൽ ഇരുന്നതിനെ കുറിച്ച് വീട്ടിൽ ചെന്നിട്ട് എന്തായിരിക്കും പറയാ? സത്യമായിട്ട് പറയണം. സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ എങ്ങനെയാണോ, എന്റെ വീട്ടിൽ ഇരുന്ന ഒരു ഫീലിംഗ് ആണ് ശാലിനി. എന്റെ വീട്ടിൽ ഇപ്പം ചന്തു, അമ്മ, ഞങ്ങളുടെ ഫാമിലിയിലെ ഞങ്ങളുടെ ഉണ്ടല്ലോ ക്ലോസ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ ഇരുന്ന് ചായ കുടിച്ച് ഇതുപോലെ 5 കഷ്ണം കേക്ക് കണക്ക് പറഞ്ഞു 5 കണക്ക് പറഞ്ഞു അത് തീർത്തു. ഞാൻ പിന്നെ എന്തിനും ബാക്കി വെക്കുന്നത് അങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ ഐ ക്യാൻ ടോക്ക് ടു യു ഓപ്പൺലി. എനിക്ക് ആ ഒരു ഫീലാണ് വന്നത്. കാരണം യു റെസിപ്രോക്കേറ്റ് ദ സെയിം, യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ എന്ത് പറയുന്നതും അതിന്റെ രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് ഒട്ടും ഒരു പോയിന്റ് പോലും ഞാൻ പ്രിറ്റൻഡ് ചെയ്തിട്ടില്ല വിത്ത് യു. ഐ ഫെൽറ്റ് സോ ഗുഡ്. അല്ലെങ്കിൽ നമ്മുടെ ഈ കോൺവെർസേഷൻ ഇത്രയും നീളത്തിൽ പോകില്ലായിരുന്നു. ഇത് നിർത്തിപ്പോയനല്ലേ. അതന്നെ പണ്ടേ ഇപ്പൊ ശാലിനി വിസിലടിച്ച് നിർത്തേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മുടെ മുൻപിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്ന ആളും നമ്മുടെ വേവ് ലെങ്ത് കറക്റ്റ് ആയിരിക്കണം, നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഐ ഫെൽ സോ ഗുഡ്. എസ്പെഷ്യലി ഇതിപ്പോ നമ്മൾ എത്ര നേരെ സംസാരിക്കണം. അതെ, ഞാൻ പറയുമായിരുന്നു സിനിമയ്ക്ക് എന്തോ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോ എനിക്ക് മെസ്സേജ് വന്നു ചന്തുവിന്റെ എത്ര നേരം കൂടെ എന്ന് ചോദിക്കണ്ട്. ഞാൻ നിർത്തി. എനിക്ക് നിർത്താൻ ആഗ്രഹമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിർത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ബട്ട് ദെൻ ഐ ഫീൽ സോ ഗുഡ്. എന്റെ ഫോൺ നമ്പർ ഞാൻ തരാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞാൽ മതി. ഡെഫിനറ്റ് കുറച്ച് പേര് ഫോട്ടോസ് ഒക്കെ അയച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അയച്ചുതരാം. ബിറ്റ്വീൻ us. ഓക്കെ. അതെ. എപ്പോഴും ജോമോളിനെ കുറിച്ച് പറയുന്ന ക്യാരക്ടറാണ് ഒന്ന് എന്ന് സ്വന്തം ജാനക്കുട്ടി, പിന്നെ ഒന്ന് നിറത്തിലെ വർഷയും എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതാണ് കേട്ടോ. പിന്നെ ഉണ്ണിയാർച്ചയുടെ കുട്ടിക്കാലം. ഒരാളെ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് അവർ ചെയ്തായിട്ട് ഓർമ്മ വരും. അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആവട്ടെ കെയർഫുൾ സുജ. താങ്ക് യു സോ മച്ച്. എന്നിട്ട് ഇൻഡസ്ട്രിയിൽ ഇനിയും നിൽക്കട്ടെ, കുറെ ഇന്റർവ്യൂസ് ഇതുപോലെ ഇനിയും കൊടുക്കാൻ പറ്റട്ടെ. കുറെ ഇന്റർവ്യൂസ് ഇതുപോലെ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ കൂടെ എനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ. എന്നാലേ എനിക്കും എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒറ്റ സെന്റൻസ്